സമ്മതിക്കത്തില്ല, തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. പറഞ്ഞേ. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ആമേൻ, ആമേൻ. കർത്താവിൽ നമുക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് വചനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലേക്ക് ദൈവപ്രവൃത്തികൾ കാണാനും അനുഭവിക്കുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കും. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, ഇന്ന് വിശ്വസിക്കാം. ദൈവം എൻ്റെ കർത്താവായതുകൊണ്ട് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത, വചനമല്ല വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തി. കർത്താവ് ഇന്നും ജീവിക്കുന്ന എന്റെ രക്ഷകനാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ രക്ഷകനാണ്. ഇന്നലെ പൗലോസ് ലീഗായിലൂടെ ഇടപെട്ട വചനം ഇതാണ്: യേശുക്രിസ്തു ഉയർത്തില്ല എങ്കിൽ എൻ്റെ വിശ്വാസം വ്യർത്ഥമത്രേ. അപ്പൊ കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തിയെ പറ്റിയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഉയർപ്പിന്റെ, കർത്താവ് ഉയർത്തത് കൊണ്ട് എനിക്ക് ഉറപ്പാണ്. കർത്താവ് ഉയർത്തത് കൊണ്ടാണ് നമുക്കൊരു അനേക നേതാക്കന്മാര് മണ്ണോട് മണ്ണ് ചേർന്ന് ലോകത്തിൽ നിന്ന് അവസാനിച്ചപ്പോൾ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന കർത്താവായി നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വേഗത്തിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് ഇന്ന് നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷ ധ്യാനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിങ്ങൾക്ക് പലപ്പോഴും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ചിന്ത, വചനചിന്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയങ്ങളൊക്കെയും നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്നൊരു സംശയം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും, അല്ലേ? കാര്യം പലയിടങ്ങളിലും പിതാവായ ദൈവമെന്നും ക്രിസ്തു യേശുവിനെ വേർതിരിച്ച് കാണിക്കുന്ന പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഇതേ അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: വചനം ജഡമായി തീർന്നു. നോക്കിയ, വചനം ജഡമായി, അതിന്റെ അർത്ഥം വചനം ആരായിരുന്നു? വചനം ദൈവമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിന്റെ അർത്ഥം ദൈവം ജഡമായി, ദൈവം ശരീരത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ഒന്നുകൂടെ ഞാൻ പറയാം: ദൈവം, നോക്കി, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ആരാന്നാ പറഞ്ഞ് നമ്മളിപ്പോ കേട്ടത് പ്രകാരം? വചനം ആരാണ്? ദൈവമായിരുന്നു. വചനം ജഡമായെന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ദൈവമായിരുന്നു. വചനം ജഡരൂപത്തിൽ, അതിന്റെ അർത്ഥം ശരീരത്തിൽ ഇറങ്ങി വന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ ദൈവം ശരീരത്തിൽ ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. അതായത് മനുഷ്യന്റെ രൂപത്തിൽ, മനുഷ്യന്റെ സ്വരൂപത്തിൽ, സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുള്ള എല്ലാ രീതിയിലും ദൈവത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് ദൈവം തന്നെ തന്നെത്താൻ താഴ്ത്തി. അപ്പൊ നമുക്ക് പലപ്പോഴും പലയിടങ്ങളിലും രണ്ടാമത്തൊരു വ്യക്തിയായിട്ട് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പലരും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, അങ്ങനെയല്ല, ത്രിയേക ദൈവമാണ്, സത്യമാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം, അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പണ്ട് കേട്ടതാണ്. അതായത് വെള്ളത്തെ നമ്മൾ ഐസ് കട്ടയായിട്ട്, അല്ലേ, നമ്മൾ ഫ്രീസറിൻ്റെ അകത്തോട്ട് ഒരു ഡ്രേയിൽ വെള്ളം എടുത്ത് ഐസ് കട്ടയാക്കി വെച്ചതിന് ശേഷം ആ ഐസ് കട്ട പുറത്തേക്ക് എടുക്കുമ്പോൾ ഒഴിച്ചത് വെള്ളമായിട്ടാണ്. പക്ഷെ ഇപ്പം അത് ഐസ് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്.
എന്നാൽ അതേ ഐസ് കട്ട ആ വെയിലത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ആ ചൂടത്തിരുന്നു കൊണ്ട് ആ വെള്ളം മൊത്തം ഐസ് കട്ട ഉരുകിയിട്ട് ആ വെള്ളം മൊത്തം വറ്റിപ്പോകും. എങ്ങോട്ട് പോയി? അത് നീരാവിയായിട്ട് എന്ത് ചെയ്തു? ബാഷ്പീകരിച്ച് എന്ത് ചെയ്തു? അവിടുന്ന് മാഞ്ഞു പോയി. കാണാൻ പറ്റാത്ത രീതിയിൽ അത് നീരാവിയായിപ്പോയി. അതായത് വെള്ളം തന്നെ ഖരാവസ്ഥയിലും ജലാവസ്ഥയിലും എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, അല്ലേ? അപ്പൊ ഇതേപോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവം എങ്ങനെയാണ് ശരീരത്തിൽ വെളിപ്പെട്ടെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും അത് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. നമ്മുടെ പഠന മികവിൽ അത് പൊടിക്കാൻ പറ്റില്ല. പക്ഷെ പലരും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ അത് പറഞ്ഞു പോയതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരു ദിവസം നമുക്ക് കേൾക്കാം. അപ്പൊ ഇത് കുറെ പേര് സംശയം ചോദിച്ചു, ബ്രദറെ ഇത് എന്താണ്? അപ്പൊ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ കർത്താവ് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യേശുക്രിസ്തു പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പിതാവ് എന്ന് പറയാൻ കാരണം, നമ്മളെന്ന മനുഷ്യന്റെ ഒരു പ്രതിനിധിയാണ്. ഒടുക്കത്തെ ആദാമെന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആദം ആരാണ്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു മനുഷ്യന്റെ രക്ഷയ്ക്കായി ഇറങ്ങി വന്ന ഒടുക്കത്തെ ആദാമാണ്. അങ്ങനെയാണ് കർത്താവിനെ കാണിക്കുന്നത്. അപ്പൊ വചനം ജഡമായി നമ്മുടെ ഇടയിലേക്ക് വന്ന, പിന്നെ ഒരു കൺഫ്യൂഷനും വേണ്ട, സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്തു. സാക്ഷാൽ ഒരു ദൈവമുണ്ടെന്നും പിതാവുണ്ടെന്നും ആ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ വന്നുവെന്നും ഒക്കെ യേശു പറയുമ്പോൾ ഒരു മകന്റെ പുത്രത്വത്തിന്റെ അകത്തു നമുക്ക് വെളിപ്പെടുത്തി തരുക. ഒരു പുത്രൻ എങ്ങനെ ആകണമെന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ് കർത്താവ്. ആമേൻ. ഇന്നത്തെ വചനം അതല്ല എങ്കിലും ഞാൻ തൊട്ടുവിട്ടതാണ്. അനേകർക്ക് ഈ വാക്യം കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഈ വചനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ പിന്നെയും തീർക്കും. നോക്കി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, സകലതും ഈ യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. സകലതും ഉളവാക്കിയത് യേശുക്രിസ്തു മുഖാന്തരമാണ്. ഉളവായതൊന്നും കർത്താവിനെ കൂടാതെ അല്ല. കർത്താവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇപ്പോൾ ഇവിടെ നോക്കി, ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ഒരു വാക്യവുമായിട്ട് യോഹന്നാൻ ശ്ലീഹ ബന്ധപ്പെടുത്തുവാണ്. സകലതും യേശുക്രിസ്തുവിൽ മുഖാന്തിരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഈ മുഖാന്തിരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഒരു നല്ല മലയാളം കൂടെ പറഞ്ഞു. എന്താണ് മുഖാന്തിരം എന്ന് പറഞ്ഞ്? കാരണം അതിലൂടെ അതുകൊണ്ട് വഴിയായി അതുവഴി അതായത് കർത്താവിനെ കൂടാതെ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ മുഖാന്തിരം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൂടാതെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വി ആർ മേഡ് ത്രൂ ഹിം. യേശു ക്രിസ്തുവിലൂടെ നിർമ്മിക്കപ്പെട്ടു. നോക്കിയേ, വി ആർ മേഡ് ത്രൂ ഹിം. അപ്പൊ കർത്താവിനെ കൂടാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ അങ്ങനെ പറയരുതില്ലേ? നമ്മൾ ഇപ്പൊ പറയത്തില്ല, ഈ വഴി പോകാതെ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയത്തില്ല, ഇങ്ങനൊരു വഴിയിലൂടെ അല്ലാതെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തുവാണ്. നോക്കി, എന്നിട്ട് പറയുന്നു ഈ കർത്താവിനെ കൂടാതെ അല്ല. എനിക്ക് ഈ വാക്യം വളരെ അത്ഭുതമാണ്. കാരണം സകലതും യേശു ക്രിസ്തു മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു, ഉളവാക്കി. അപ്പൊ ഈ കർത്താവിനെയാണ് നമ്മൾ രക്ഷിതാവായി വിശ്വസിക്കുന്നത്. ഉളവാക്കുവാൻ ശക്തിയുള്ള ദൈവം. നമ്മുടെ ദൈവം റിപ്പയർ ചെയ്യുന്ന ദൈവമല്ല. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് കാറുമായിട്ടോ ബൈക്കുമായിട്ടോ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മെക്കാനിക് എന്ത് ചെയ്യും? അത് റിപ്പയർ ചെയ്യും. കേടായ ഭാഗത്തിൻ്റെ അകത്ത് അദ്ദേഹം എന്ത് ചെയ്യും? അത് ലെയ്ത്തിലോ കൊടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ സ്ക്രൂ ഒക്കെ മാറ്റിയിട്ടിട്ട് അത് റിപ്പയർ ചെയ്യും, ആ കേടുപാട് തീർത്തു തരും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. ദൈവത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും. നോക്കിക്കേ, ദൈവത്തിന് സകലതും ഉളവാക്കുവാൻ കഴിയും. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ആളാ നമ്മുടെ ദൈവം. ഈ ദൈവത്തെയാണ് നാം കർത്താവേ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നിങ്ങൾ വളരെ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലതും ഉളവാക്കി തരും, സൃഷ്ടിച്ചു തരും, നിർമ്മിച്ചു തരും.
ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു വഴി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി ദൈവം നിർമ്മിച്ചു തരും. കാരണം ദൈവത്തിന്റെ പ്രത്യേകത തന്നെ ഉളവാക്കുക എന്ന കഴിവുള്ളയാളാണ്. ഉളവാക്കുക എന്ന കഴിവുള്ളയാളാണ്. നോക്കി, ഇവിടെ വചനം പറയുന്നു, കർത്താവിനെ കൂടാതെ അല്ല, യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നോക്കി, ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് ലൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അവിടെ നിങ്ങൾ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഒന്നും മറവല്ല. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും മറവല്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ രാവിലെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ രാത്രി 10 മണിക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തുമ്പോഴേക്കും മുഴുവൻ ഒരു അന്ധകാരം അല്ലേ, ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു കൂരിരുട്ട് നമ്മുടെ മുറിക്കകത്തെല്ലാം നിറയും. എന്നാൽ നേരം വെളുത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ കൂരിരുട്ട് നിറഞ്ഞിരിക്കുന്ന മുറിക്ക് അന്തരീക്ഷത്തിന്റെ അകത്ത് മുഴുവനും സൂര്യപ്രകാശം വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട്, സകല ലൈറ്റും ഓഫ് ചെയ്തിട്ട്, നിങ്ങളുടെ സ്വന്തം മുറിയാണ്, നിങ്ങൾ സ്വന്തം അവിടെ കിടന്നുറങ്ങുന്ന മുറിയാണ്, നിങ്ങൾക്ക് എപ്പോഴും ആ മുറിക്കകത്തുള്ള ആളാണ്, നിങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണ്, എന്നാൽ മുഴുവൻ ലൈറ്റും ഓഫ് ചെയ്ത് പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് ആ മുറിക്കകത്ത് കിടക്കാൻ പറഞ്ഞാൽ പേടിയുള്ള എത്ര പേരുണ്ട്? എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ട്. പേടിയുണ്ട് ബ്രദറെ. പേടിയില്ല. പേടി ഉണ്ടെങ്കിൽ നോക്കിയേ, അത് മനുഷ്യ സഹജമാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുട്ട് കാണുമ്പോൾ, കൂരിരുട്ട് കാണുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു ഭയം നമ്മളിലേക്ക് വരും. അതെന്താണെന്നറിയോ ഭയം വരും? നമ്മൾ എത്ര ബല പിടിച്ച് നോക്കിയാലും, നിങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള അന്തരീക്ഷം ഞാൻ പറഞ്ഞത് 10 പേരുള്ളപ്പോഴല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, ഒറ്റയ്ക്കാണ്, പാതിരാത്രിയാണ്, 2 മണിയാണ്, കൂരിരുട്ട്, ലൈറ്റ് മൊത്തം പോയി. എന്തുകൊണ്ടാണ് ഭയം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും, ഞാൻ താമസിക്കുന്ന മുറിയല്ലേ, ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്ന മുറിയല്ലേ, എൻ്റെ വസ്തുക്കളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും സ്റ്റേ ചെയ്യുന്ന മുറിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭയം? കാരണം നമുക്കറിയാം ഇരുട്ടിൽ നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഉണ്ട് എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ട്. ഇരുട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തതയില്ല, എന്തോ ഉള്ള ഒരു തോന്നല് നമ്മുടെ മനസ്സിൽ നിന്ന് പൊങ്ങി വരും. നമുക്കറിയാം ഒന്നുമില്ലെന്ന്, അവിടെ ഒന്നുമില്ല എന്ന് അറിയാമെങ്കിലും കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ അകത്തൊരു ചിന്ത കൊണ്ടുവരും, എന്തോ ഒന്നുണ്ട്. പക്ഷെ രാവിലെ നല്ല സൂര്യപ്രകാശം വരുന്ന സമയത്ത് ആ മുറിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ചിന്തയില്ല, എന്തോ ഉണ്ടല്ലോ, ഒന്നുമില്ലെന്ന്, ഇത് ഇത്രയും കാണുന്നില്ല, ഇവിടെ ഒന്നുമില്ലല്ലോ. കാര്യം നമുക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് ഭയമില്ല. നോക്കിക്കേ, ഇവിടെ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിൽ വെളിച്ചമാണ്. വെളിച്ചത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഭയപ്പെടേണ്ട. സകലതും കർത്താവിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അപ്പൊ ഇരുട്ടിന്റെ പ്രത്യേകത ഞാൻ പറയാം. ബൈബിളിൽ തന്നെ പറഞ്ഞത് ഇരുട്ടിനൊരു അധികാരമുണ്ട്. പിശാചിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇരുട്ടിന്റെ അധികാരം എന്നാ പറയുന്നത്. അപ്പൊ ഇരുട്ടിന്റെ അധികാരം എന്താണ്? ഈ ഇരുട്ടെന്ന് പറഞ്ഞത് വെച്ചാൽ മറഞ്ഞിരുന്നാണ് ഇവൻ പലതും ചെയ്യുന്നത്. മറഞ്ഞിരുന്നാണ് പിശാചിന് ഒരിക്കലും ദൈവമക്കളുടെ മറ്റു ചിലരുടെ ജീവിതത്തിലോ വെളിപ്പെട്ട് വരാൻ കഴിയാതെ ഇവൻ പലപ്പോഴും മറഞ്ഞിരുന്നാണ് ചെയ്യുന്നത്. നമ്മൾ പറയത്തില്ലേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ. ഈ വാക്യം കേൾക്കുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇഴഞ്ഞു പോകുന്ന പാമ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത്, നമ്മളെ കുത്താൻ വേണ്ടി വരുന്ന തേളിനെ പറ്റിയാണ് ഈ പറഞ്ഞേക്കുന്നത്. അല്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലം എന്ന് പറഞ്ഞാൽ, പാമ്പെന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധിയെ കാണിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. നോക്കിയ വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, സർപ്പം ഹവ്വായെ ഉപായം. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൂടാത്തവരല്ലോ എന്ന് നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? അപ്പൊ സാത്താന്റെ ഉപായം അഥവാ തന്ത്രത്തെയാണ് സർപ്പം എന്ന് കാണിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇഴഞ്ഞു പോകുന്ന പാമ്പല്ല. അവൻ ഉപയോഗിച്ചത് തന്ത്രമാണ്. കൂർമ്മ ബുദ്ധി പാമ്പിനുണ്ട് എന്ന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. പാമ്പിന് ബുദ്ധി ഉണ്ടോന്ന് വെച്ചാൽ ബുദ്ധിയുണ്ട്, കൂർമ്മ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് വചനം പാമ്പിനെ വിശേഷിപ്പിക്കുക. അപ്പൊ നമ്മൾ പാമ്പിനെ മെന്റലിസ്റ്റിന്റെ അടുത്ത് കൊണ്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മാനസിക രോഗ സ്ഥലത്ത് കൊണ്ടുവന്ന് പാമ്പിനെ കൗൺസിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പാമ്പിനെ പറ്റി പറയുന്നു, അവൻ എന്തുണ്ട്? കൂർമ്മ ബുദ്ധിയുണ്ട്, അവന് തന്ത്രമുണ്ട്. നമ്മൾ അവനെ കൗൺസിൽ ചെയ്തിട്ടില്ല, ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ബൈബിൾ അവന്റെ സ്വഭാവത്തെ പറയുന്നു. അതുമായിട്ട് താരതമ്യം ചെയ്താണ് സാത്താനെ കാണിക്കുന്നത്. സാത്താൻ ഹവ്വായെ സർപ്പം ചതിച്ചതുപോലെ എന്ന് പറയാൻ കാരണം, അപ്പൊ പാമ്പിനെ കാണിക്കുന്നത് തന്ത്രത്തെയാണ്.
എന്താ തന്ത്രമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവിശ്വാസത്തിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ വിശ്വാസത്തിന് വിരോധമായി ഉയർത്തിക്കൊണ്ട് വരുന്നതെല്ലാം പിശാചിന്റെ തന്ത്രമാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. അടുത്തത് തേളിനെ കാണിക്കുന്നു. തേളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുവാ? ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും തേളിന്റെ പ്രത്യേകത എന്തുവാ? തേൾ എങ്ങനെയാ ആക്രമിക്കുന്നത്? അവന്റെ വിഷം തേളിന്റെ വിഷം വാലുകൊണ്ട് കുത്തും, വാലുകൊണ്ട് കുത്തും. വാലുകൊണ്ട് കുത്തുക ചെയ്യുന്നത്. അതായത് നിങ്ങൾ തേളിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് തേൾ ഇപ്പൊ കടിക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കും, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം തേൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടി നാക്കുമായിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓർക്കും അവന്റെ വായിക്കിട്ട് നോക്കിയൊരു തല്ല് കൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അത് പുറകെ നിന്ന് എന്ത് ചെയ്യും? അതിന്റെ വാല് കൊണ്ടൊരു കുത്ത്. കണ്ടോ? പിൻപിൽ നിന്നുള്ള ആക്രമണം. പഴയ നിയമ ഭക്തന്മാരെ മൊത്തം അവൻ വീഴ്ത്തിയത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയാവോ, ദാവീദ് ശക്തനായ രാജാവായിരുന്നു. പക്ഷെ മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. അദ്ദേഹം കിളിവാതിൽ തുറന്നപ്പോൾ എന്തു സംഭവിച്ചു? അദ്ദേഹം ചിലത് കാണുകയും അദ്ദേഹത്തെ എന്ത് ചെയ്തു? പാപം ചെയ്യുവാൻ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. അതായത് തന്ത്രം, പുറകിൽ നിന്നുള്ള ആക്രമണമാണ്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പോലും അറിയാത്ത ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് പിശാചിന്റെ തന്ത്രം, രണ്ട് ഇവന്റെ പുറകിൽ നിന്നുള്ള ആക്രമണം. അതുകൊണ്ടാണ് ആത്മീയൻ സകലത്തെയും വിവേചിക്കണം. ഞാനതുകൊണ്ട് പറഞ്ഞ, വീടിൻ്റെ അകത്തൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് അച്ചായനും മക്കളും തമ്മിൽ എന്തൊക്കെയോ വിഷയമാണ്, എന്നാ ചെയ്യാനാ ബ്രദറെ? പ്രാർത്ഥിക്കണമല്ല, അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കണം. അത് വലിയ എപ്പോഴും ഉള്ളതാ ബ്രദറെ. ആ വിഷയമാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, വലിയ വലിയ വഴക്കിലേക്കൊക്കെ പോകുന്നത്. പ്രാർത്ഥിക്കണം, അതിന് യേശുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ വെട്ടണം. അപ്പം നമ്മൾ ഓർക്കും അച്ചായനും മക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞ് വഴക്കുണ്ടായി. അല്ല, അതിന്റെ പിന്നിലുണ്ട്. അതിനെ മറഞ്ഞിരിക്കുകയാണത്. അതാണ് ഇരുട്ടെന്ന് കൊടുത്തിരിക്കുന്നത്. വെളിപ്പെട്ട് നിൽക്കാതെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്നതിനെയാണ് ഈ സംഭവം എന്ന് പറഞ്ഞത്. ഞാൻ ഇന്നാൾ പണ്ട് പറഞ്ഞൊരു സാക്ഷ്യം ഇതിനോടൊന്ന് ചേർക്കുവാണ്. എപ്പോഴും പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഗുണമാകട്ടെ. യൂട്യൂബിലേക്ക് പലരും കാണുന്നുണ്ടല്ലോ. ഞാൻ പണ്ടൊരു ഭവനത്തിൽ പോയ സമയത്ത് പറഞ്ഞല്ലോ, കോട്ടയത്തുള്ള ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെല്ലാം നഷ്ടപ്പെട്ട് കടം കയറി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ പ്രകാരം ഏതെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ ഒരു വചന ചിന്ത ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കേൾക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമാവും നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലും കർത്താവിൻ്റെ ഹിതമല്ലാത്ത പദ്ധതികളുണ്ടോ എന്നറിയുന്ന ചില വചനഭാഗങ്ങൾ ഒന്ന് ധ്യാനിക്കാൻ നമുക്ക് ദിവസങ്ങളിൽ ഒരവസരമുണ്ട്, ഉണ്ടാകും, കർത്താവ് തരും. അപ്പം ഞാൻ ആ ഭവനത്തിൽ പോകുന്ന സമയത്ത് അവർ വലിയ കടഭാരത്തിൻ്റെ അകത്ത് വീട് ജപ്തിയായി നോട്ടീസ് ഒട്ടിച്ചു. വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങണം. അപ്പം 3 മക്കളുമുണ്ട്, അങ്ങനെ അപ്പനുമുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ അവത്തിലൊരു സഹോദരനാണ് പ്രാർത്ഥനയ്ക്ക് അവിടെ എന്നെ വിളിക്കാൻ ഇടയായി തീർന്നത്. എനിക്ക് തോന്നുന്നത് 16-17 സമയത്താണ്. അപ്പം എനിക്കറിയാവുന്നൊരു സുഹൃത്താണ്, ഒരു ആത്മീയ സുഹൃത്തിൻ്റെ ഒരു കുടുംബമാണത്. അങ്ങനെ അവിടെ പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവർ വലിയ സ്ട്രഗിൾ, അവർ കടം കയറി വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു. പക്ഷേ വലിയ നാശത്തിലേക്ക് പോയി, ജപ്തിയുടെ വക്കീലായി. പക്ഷെ ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ, ബ്രദറെ കടഭാരമാണ്, വീട് ജപ്തിയാണ്, ഒരു വാടക വീട് ഒത്തു കിട്ടണം, അത് മാത്രമല്ല മുന്നോട്ടൊരു വരുമാനം വേണം, അപ്പനും അമ്മയ്ക്കൊക്കെ വയസ്സായി, അവരെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയത്തില്ല. അപ്പം നല്ല ജോലിയുള്ള ആളായിരുന്നു, ഇപ്പോൾ പെൻഷൻ പോലും തടയപ്പെട്ടൊരു അവസ്ഥയാണ്. മക്കളൊന്നും എങ്ങും എത്തിയില്ല, അവരുടെ ഭാവി മൊത്തം അടഞ്ഞുപോയി. നല്ല വിദ്യാഭ്യാസമില്ല, പാതി വഴിയിലെല്ലാം നിന്നുപോയി, നല്ല ജോലിയില്ല, കല്യാണം കഴിച്ചു, അവർക്കും പിള്ളേരുണ്ട്, പക്ഷേ വരുമാനമൊന്നുമില്ല. അപ്പം പ്രാർത്ഥന വിഷയം എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ദർശനം കാണിച്ചു. ഈശാന മൂലനടിച്ച് ഇളകി മറിഞ്ഞു പോകുന്ന ഒരു കപ്പൽ പോലെയാണ് ഇവരുടെ ജീവിതം. എന്നാൽ കർത്താവിൽ വിശ്വസിച്ചാൽ ഈ കപ്പൽ കരയ്ക്ക് അടുക്കും എന്ന് പറഞ്ഞു. ഇതൊരു ആലോചനയാണ്, ഇതാണ് പ്രവചനം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഈ കുടുംബത്തോട് പറഞ്ഞു ഏറ്റെടുത്താൽ വിടുതലാന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും ഒരു കാര്യം കാണിച്ചു. ഈ വീടിൻ്റെ 4 ചുറ്റിലും ആഭിചാരം ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാടി അവിടുത്തെ അപ്പച്ചൻ ഒരു പിക്കാസുമായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൂലയ്ക്കുന്ന് അത് കുഴിച്ചുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് കാണിച്ചു. ഒന്ന് ഓർത്ത് നോക്കി, അത് കുഴിച്ചിട്ട കാര്യം എനിക്കറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല, ഇവർക്കും അറിയത്തില്ല. പക്ഷെ കേട്ട പാടി പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അപ്പച്ചൻ കുഴിച്ചു. ആഴത്തിലാണ് കുഴിച്ചത്, രാത്രി തന്നെ കുഴിച്ച് ഒരു സംഭവം കിട്ടി. ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പേടിക്കരുത്. കർത്താവിൽ വിശ്വസിക്കുന്നവന് ഇത് ഫലിക്കത്തില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവൻ ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ നേക്കത്തില്ല. വിശ്വസിക്കുന്നവർ പേടിക്കണ്ട.
അയ്യോ ബ്രദറെ, എൻ്റെ വീട്ടിൽ ഞാളെ പോലെ ഞാൻ കുഴിക്കാൻ പോകണ്ട, അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വചനത്തിൽ ഏറ്റെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ കുടുംബത്തോട് ആദ്യം പറഞ്ഞത്, കർത്താവ് ആദ്യം പറഞ്ഞു ഈ വചനം ഏറ്റെടുത്താൽ. ഞാൻ പറഞ്ഞു അച്ചായ ഇനി 4 കോണിലും പോയി കുഴിക്കാൻ നിൽക്കണ്ട, ഞാൻ മനസ്സിലായോ, ഒരെണ്ണം എടുത്തു ബ്രദറെ, ഞാൻ ബാക്കിയെ കുഴിക്കണ്ട. ഞാൻ പറഞ്ഞു വേണ്ട, കുഴിക്കാൻ നിന്നാൽ ജീവിതകാലം മുഴുവൻ കുഴിച്ചുകൊണ്ടിരിക്കും. ആഭിചാരം തപ്പാൻ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കും. എന്നാ ചെയ്യേണ്ടത്? കർത്താവിൽ വിശ്വസിക്കുക, കരയ്ക്ക് അടുക്കുമെന്ന് പറഞ്ഞു. ആ 3 ചെറുപ്പക്കാര് മക്കളിൽ എന്ത് ചെയ്തു? 2 പേര് ബ്രദറെ സ്വോത്രം, നല്ല വചനം, കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് അവർ പോയപ്പോൾ അവിടുത്തെ മൂത്ത മകൻ അത് ഏറ്റെടുത്തു. അവൻ അതിനെ സ്വീകരിച്ചു. ആ ജെത്തി കിടന്ന പറമ്പിന്റെ ഒരു വശം അവർ ഏറ്റെടുത്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ വീടിന്റെ ഒരു വശം, ഒരു തൊട്ടി വേണത്, ഒരു താഴ്വശം എന്ന് പറയാം, ആ വീട് ഏറ്റെടുത്ത ബിൽഡിങ് അവർ ജപ്തി ലേലം പിടിച്ച ആളുകൾ, ബാങ്കിൽ നിന്ന് ലേലം പിടിച്ച ഒരു ബിൽഡേഴ്സ് ആയിരുന്നു. അവരോട് സംസാരിച്ചു. അവർ എങ്ങനെയോ അവരുടെ ഹൃദയത്തിൽ തോന്നി, അവരിത് മേടിച്ചിട്ട് പണിതിട്ട് വിൽക്കുന്നവരാണ്, ഇത് ബോഡിഫൈ ചെയ്തിട്ട്. അവരുടെ ഹൃദയത്തിൽ തോന്നി, ഇദ്ദേഹം പോയി ചോദിച്ചു എനിക്ക് ആ താഴത്തെ തൊട്ടി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുത്തോ. അപ്പോൾ പൈസ ഇല്ല, വേണ്ട, നീ ഉള്ളപ്പോൾ തന്നാൽ മതി എന്നൊരു ബിൽഡേഴ്സ് പറഞ്ഞു. അവർ പൈസ ഉള്ളവരൊന്നുമല്ല, അവരിതുപോലെയൊക്കെ ഷെയർ കൂടി മേടിച്ച് വിൽക്കുന്നവരാണ്. പക്ഷെ അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർക്ക് സ്ഥലം കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ, ഇതിന്റെ പൈസ കൊടുക്കണ്ടേ. അത് ഏറ്റെടുത്ത് കൊടുത്തതിന്റെ പിറ്റേ മാസം, 2 മാസമോ 3 മാസമോ കൂടുന്ന സമയത്ത് തന്നെ ഇവന് വിദേശത്ത് ഒരു ജോലി ലഭിച്ചു. ആ കർത്താവിന്റെ കൃപയാൽ ആ കടം മൊത്തം കൊടുത്തു തീർക്കാൻ ഇടയായി. നോക്കിക്കേ, മൊത്തം വഴി അടഞ്ഞ ഭവനവാ, ഇരുട്ടിന്റെ. അപ്പം മറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഭവനത്തിൽ. എന്നാൽ വെളിച്ചം വന്നപ്പോൾ, യേശുക്രിസ്തുവിന്റെ വെളിച്ചം ഏറ്റെടുത്തപ്പോൾ കുഴിക്കാനും പോയില്ല, ആഭിചാരം തപ്പാനും പോയില്ല, അവിടെ കൂടോത്രം ചെയ്ത് എടുക്കാനും പോയില്ല. ആ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ആ മകൻ വിശ്വസിച്ചപ്പോൾ, യേശുവിൽ എൻ്റെ കപ്പൽ അടുക്കും, ഈശാന മൂലനടിച്ച് തകർന്നിരിക്കുന്ന കപ്പലാണെങ്കിലും കർത്താവ് എന്നെ കരയ്ക്കടുപ്പിക്കും എന്ന് ഏറ്റെടുത്തപ്പോൾ, എന്ന് വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വഴികൾ തന്നെ തുറന്നു. നഷ്ടപ്പെട്ട പറമ്പിൽ തന്നെ സ്വന്തമായി അവകാശങ്ങളെ തുറന്നു. ഇന്നും അവരവിടെ താമസിക്കുന്നു. നോക്കി, ഇന്നും അവരവിടെ താമസിക്കുന്നു. ഒരു കുഴപ്പവും അവർക്കില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ അവരവിടെ താമസിക്കുന്നു. അപ്പൊ ഞാനിത് പറയാൻ കാരണം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പൊ ഇരുളെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നതാണ്, വ്യക്തതയില്ലാത്ത. അതുകൊണ്ടാണ് നമുക്കൊരു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ, കൂരിരുട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ നമുക്കറിയാം ആരുമില്ലെന്നും മുറിക്കകത്തൊന്നുമില്ലെന്നും നമുക്കറിയാമെങ്കിലും നമ്മുടെ അകത്ത മനുഷ്യനല്ല, നമ്മുടെ മനസ്സ്, അതായത് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 പോർഷൻ നമുക്കുണ്ട്. ഈ 3 പോർഷനിൽ ദേഹിയിലാണ് നമ്മുടെ ചിന്തകളെല്ലാം കിടന്ന് വിലസുന്നത്. നമുക്ക് ഈ ദുഷ്ടചിന്തകൾ വരുന്നതും, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ നമുക്ക് തന്നെ അറപ്പ് തോന്നുന്ന ചില ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അശ്ലീല ചിന്തകളൊക്കെ ഇങ്ങനെ വരും ബ്രദറെ, എനിക്ക് ആവശ്യമില്ലാത്ത ചില ഭാരങ്ങളും ചിന്തകളും കാണാത്ത ചില കാഴ്ചകളൊക്കെ വരുക ബ്രദറെ. ഇതിന്റെ കാരണം നിങ്ങളുടെ ദേഹിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇളക്കം തട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ബോധ മനസ്സിൽ നിങ്ങളെ ഭയപ്പെടുത്തി പുറകോട്ട് വലിക്കാൻ നോക്കുന്ന ചില പാപ സ്വഭാവ ചിന്തകൾക്ക് ഇളക്കം തട്ടി ഇത് പൊങ്ങി വരുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഓ ബ്രദറെ, ഞാൻ അങ്ങനെ ചിന്തിച്ച ബ്രദറെ, എനിക്കറിയത്തില്ല ബ്രദറെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ചിന്തയെ ബ്രദർ, ഇതുപോലെ ദുഷ്ടമായ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരിക ബ്രദർ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ? ഇപ്പം ഞാൻ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്നാ സുഖമെന്നറിയാവോ? ഇപ്പം അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. എൻ്റെ പ്രിയരെ, നിങ്ങളെ കൊടുക്കാൻ നോക്കുന്ന പാപചിന്തകൾ മറഞ്ഞു കിടക്കുമായിരുന്നു ദേഹിയിൽ. പ്രാർത്ഥിച്ചപ്പോൾ അതിനെ ഇളക്കം തട്ടി. നമുക്കറിയാം, നല്ല ശുദ്ധമായ ഒരു വെള്ളം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു, പെട്ടെന്ന് കൈ തട്ടി ആ വെള്ളത്തിന് ഇളക്കം തട്ടുമ്പോൾ അടിത്തട്ടി കിടന്ന ചില എന്താ പറയുക പൊടിപടലങ്ങൾ പെട്ടെന്ന് നമ്മൾ ജീരകം കൊണ്ടുണ്ട്, ജീരക വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ല ഒന്നാന്തരം ജീരക വെള്ളം കൊണ്ട് മുമ്പിൽ വെക്കുമ്പം ആ കൊണ്ടുവച്ച് കുടിക്കുന്നതിന് മുമ്പ് കൈ ഒന്നും അറിയാതെ തട്ടിക്കഴിഞ്ഞാൽ അടി കിടക്കുന്ന ജീരകം പെട്ടെന്ന് ഇളകി തട്ടി പൊങ്ങി വരും. അതേപോലെ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ ഇളകി പുറത്തു വരും കേട്ടോ. വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെയുള്ള അനാവശ്യ ചിന്ത വരുന്നുണ്ടെങ്കിൽ ഇരുട്ടിന്റെ ഇൻഫ്ലുവൻസ്, അധികാരമല്ല, ഇൻഫ്ലുവൻസുകൾ ഇളകുന്നതാണ്. അയ്യോ ബ്രദറെ, ഞാൻ ഇന്ന് ചിലരെ പറ്റി ഇങ്ങനെ കാണുക ബ്രദർ, ആവശ്യമില്ലാത്ത ചില ചിന്തയൊക്കെ എൻ്റെ മനസ്സിലോട്ട് വരിക ബ്രദറെ. ആ വിഷയത്തിൽ നിങ്ങളെ കൊടുക്കാൻ നോക്കുന്ന ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ബ്രദറെ, ഞാൻ TV കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല ബ്രദറെ, ഫേസ്ബുക്കിൽ കയറിയപ്പോൾ ഒരു കുഴപ്പമില്ല, വാട്സാപ്പിൽ കയറിയപ്പോൾ ഒരു കുഴപ്പമില്ല, യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴാണ് ഇത് മുഴുവൻ വരുന്നത്? പ്രാർത്ഥനാ സമയത്തും വചനം പറയുമ്പോഴും. അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഉണ്ട് പാസ്റ്ററെ. ഉണ്ട്. ഇരിക്കുന്ന സമയത്ത് പല അങ്ങനെ ഇനി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇനി പ്രാർത്ഥന നിർത്തരുത്. അടിയോടെ വേരോടെ അതിനെ ഇളകിപ്പോകാൻ അവസരം കൊടുക്കണം. വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന സകലത്തെയും വെട്ടിമാറ്റും. ഇരുളോ നോക്കിയേ, ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു. അപ്പൊ ഇരുളെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് അന്യഭാഷയുടെ ചില കാര്യങ്ങളും കൂടെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് സംസാരിക്കാൻ ഇടയായിത്തീരും. ചില അന്യഭാഷയുടെ ചില കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തിയത് നമുക്ക് ധ്യാനിക്കാം. നോക്കിയേ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ, വെളിച്ചം എപ്പോഴാണ്? രാവിലെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പെരക്കകത്ത് മുഴുവനും വെളിച്ചം വന്നു കഴിയുമ്പോൾ പഞ്ചസാരപാത്രം നമുക്ക് കാണാൻ പറ്റും, മിക്സി കാണാൻ പറ്റും, അടുക്കളയ്ക്കകത്തിരിക്കുന്ന കഞ്ഞിക്കലം കാണാൻ പറ്റും, മുറിക്കകത്തിരിക്കുന്ന സോഫായും ഇതെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ മേശയും കസേരയൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റും. ഉടനെ നിങ്ങൾ പറയും, ഇന്നലെ രാത്രിയിലല്ലേ ഞാൻ ഈ കസേരയിൽ എന്തോ ഉണ്ടെന്ന് ഓർത്ത് പേടിച്ചത്? ഇന്നലെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴല്ലേ എൻ്റെ മനസ്സ് പറഞ്ഞത് ആരോ അടുക്കളക്കാട്ട് നിപ്പുണ്ടെന്ന്? ഇപ്പൊ നോക്കിയപ്പോ എന്തുവാ, അത് അവിടെ കിടന്ന ഏതോ ഒരു സംഭവം മാറിക്കിടന്നതാ. കണ്ടോ? വ്യക്തമായപ്പോ ഒരു ചിരി വന്നില്ല. ഇത് കണ്ടാണോ ഞാൻ പേടിച്ചത്? ആരും നിങ്ങളെ പേടിപ്പിച്ചു? മറഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളിൽ ഉണ്ട്. അപ്പൊ ഇരുട്ടെന്ന് പറയുന്നത് അവ്യക്തമായതാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ, അവന്റെ ശക്തി പ്രവർത്തിക്കുന്നത് മൊത്തം ഇരുട്ടിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ വചനത്തിലും കർത്താവിന്റെ കൂട്ടായ്മയിലും കൂടുതൽ നിങ്ങൾ ആശ്രയിച്ചു കഴിയുമ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിന് നിങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, എങ്ങനെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും? ഒന്ന്, ബൈബിൾ പറയുന്നു, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രശ്നം കയറി വരുമ്പോ, പെട്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ വരുമ്പോഴേക്ക് നിങ്ങൾ ഉടനെ ചിന്തിക്കരുത്, അയ്യോ വലിയ മനപ്രയാസ ബ്രദറെ. അല്ല, വിവേചിക്കണം. എന്തിനാണിത് വന്നത്? പെട്ടെന്ന് കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നം, അതിനെ ഒന്ന് വിവേചിക്കണം. എങ്ങനെ വിവേചിക്കേണ്ടത്? ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ എന്നൊരു വാക്യമുണ്ട്. ആത്മീയമായിട്ട് എങ്ങനെ വിവേചിക്കുന്നു? കൊരിന്ത്യത്തിലെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കൊരിന്ത്യലേഖനം പറയുന്നു, അത് ഭോഷത്വമായിട്ട് അവന് തോന്നുവാണ്. എന്നാൽ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ അത് ഭോഷത്വമായിട്ട് തോന്നുന്നില്ല. കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ വിവേചിക്കുവാൻ കഴിയണം. എൻ്റെ ഭവനത്തിൽ കലഹമല്ലല്ലോ വരേണ്ടത്, എൻ്റെ ഭവനത്തിൽ അസമാധാനക്കേടല്ലല്ലോ വരേണ്ടത്, എൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യമല്ലല്ലോ വരേണ്ടത്, എൻ്റെ കുടുംബത്തിൽ രോഗമല്ലല്ലോ വരേണ്ടത്, എൻ്റെ കുടുംബത്തിൽ നഷ്ടമല്ലല്ലോ വരേണ്ടത്. എന്തുകൊണ്ട് ഇത് വന്നു? ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഉടനെ എന്നാ ചെയ്യണം? അയ്യോ പോരാട്ടമാണ്, ബന്ധനമാണ്, സാത്താനാണ്, അതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ ലൈറ്റ് ഒന്ന് അടിച്ചേ, ആ ലൈറ്റ് ഒന്ന് ശരിക്കും അടിച്ചേ. കർത്താവിന്റെ വചനം ഒന്ന് വിളിച്ചു പറ. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ വചനമാകുന്ന യേശുവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. വചനം മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. അപ്പൊ വചനം അങ്ങോട്ട് പറയുമ്പോൾ വെളിച്ചം അങ്ങോട്ട് അടിക്കും. ആ വെളിച്ചം അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് ഇരുട്ടിന്റെ മറഞ്ഞിരിക്കുന്ന സകല പിശാചുക്കൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവ്യക്തമായതെല്ലാം ഓടി രക്ഷപ്പെടും, മറഞ്ഞിരിക്കുന്നതെല്ലാം രക്ഷപ്പെടും. ആത്മീയമായിട്ട് വിവേചിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയം മുതൽ ദൈവം തന്നൊരു കൃപയാണ് കേട്ടോ. ഈ പല പ്രാർത്ഥനകളും ഞാൻ പറയാറില്ല നിങ്ങളോട്. ഞാൻ ഒരു വാക്ക്, ദൈവഹിതം, എപ്പോഴും പറയും കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ അത് മതി.
എന്തിനിത് പറയുന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികൾ വരുമ്പോൾ, പല പരിചയങ്ങൾ വരുമ്പോൾ, പല ബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ബ്രദറെ, എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാൾ വന്നു, ചാടിക്കയറി പിടിക്കരുത് കേട്ടോ. ചിലപ്പോൾ അത് കുരുക്കായിരിക്കും. നമ്മൾ ഒരാൾക്കൊരു സാമ്പത്തികം സഹായം കൊടുക്കുന്നതും അയാളുടെ നിന്ന് മേടിക്കുന്നതിൻ്റെ അകത്ത് പോലും ചിലതിൻ്റെ അകത്ത് കുരുക്കുകളുണ്ട്, അറിയാവോ? ആരെയും സഹായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ബ്രദറെ സഹതാപം കൊണ്ട് കൊടുത്തിട്ട് പിന്നെ വലിയ കടഭാരത്തിന്റെ അകത്ത് തകർന്ന് അരിപ്പടമായാലും എനിക്കറിയാം. പല കൊടുക്കൽ വാങ്ങലുകൾ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവഹിതമല്ലാത്ത പലതും അവരുടെ ജീവിതത്തിൽ കുരുക്കുകളായി വന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ചില ബന്ധങ്ങൾ, അയ്യോ ബ്രദറെ എന്തോ ഒരു നല്ല മനുഷ്യനാന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം എനിക്ക് കൊണ്ട് തന്നാന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കുടുംബ ജീവിതം തകർന്നു എനിക്കറിയാമെന്നറിയോ? വിവേചിക്കണം. നമ്മൾ എങ്ങനെ വിവേചിക്കാൻ പഠിക്കാം? അത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ സ്പിരിച്വൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ചും കൂടെ ആഴമായിട്ട് നമുക്കൊന്ന് പോകാം. ആത്മീയമായിട്ട് എങ്ങനെ വിവേചിക്കാം. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വചനം, വെളിച്ചമാണ് വചനം. ഇതങ്ങോട്ട് നന്നായിട്ടൊന്ന് ഓണാക്കുക. വെളിച്ചം അങ്ങോട്ട് ഓണാക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന സകല ഇരുട്ടിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന പിശാചുക്കളുടെ ഇൻഫ്ലുവൻസുകളും, ശക്തിയല്ല അവൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പരിപാടികളും അവിടെ തകരും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നത്. ആ വ്യക്തിയാണ് ലോകത്തിൻ്റെ വെളിച്ചം, യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ബ്രദറെ ഞാൻ നിൽക്കുന്ന സ്ഥലം ഭയങ്കര കുഴപ്പമുള്ള സ്ഥലമാണ്, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. അപ്പം നമുക്ക് ഈ തോന്നൽ വരുമ്പോൾ ഒന്ന് ഞാൻ പറയാവേ, ഇതിൻ്റെ അർത്ഥം നിങ്ങളെ അവിടെ നിർത്തുവാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിശാചിനെ ഉയർത്തുവല്ല. നമുക്കൊരു സ്ഥലത്ത് നിൽക്കുമ്പം ഇനിയിപ്പം സ്പിരിച്വലി അത് ചിലപ്പോൾ അവിടെ നിന്ന് മാറേണ്ടതാണെങ്കിൽ ഓക്കെ, അല്ല ദൈവം പറയുക അവിടെ നിൽക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ല ബ്രദറെ. പക്ഷെ ബ്രദർ ഇന്നാൾ ആത്മീയമായിട്ടൊരു പ്രവചനം പറഞ്ഞ് കർത്താവ് അവിടെ നിർത്തും കേട്ടോ, ദൈവം നിങ്ങളെ ആ ഭവനത്തിൽ നിർത്തും കേട്ടോ, ദൈവം നിങ്ങളെ ആ സ്ഥലത്ത് നിർത്തും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലർ ഒത്തിരി പേര് ചോദിക്കും, ബ്രദറെ ഇവിടെ തന്നെയാണോ ബ്രദർ എന്നെപ്പറ്റി ആലോചന? പക്ഷേ എനിക്കത് മൊത്തം പ്രതികൂല ബ്രദറെ, എല്ലാവരും എനിക്കെതിരാ ബ്രദറെ, പക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു എന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ നിൽക്കുന്നത് ദൈവ വചനപ്രകാരവും കർത്താവിൻ്റെ ആലോചന പ്രകാരമാണ്. പക്ഷെ മൊത്തം പ്രശ്നമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വചനം ഉപയോഗിക്കണം. ഏത് വചനം എന്നറിയാവോ? ആവർത്തന പുസ്തകത്തിൻ്റെ അകത്തൊരു വാക്യമുണ്ട്, 28-ാം അധ്യായത്തിൻ്റെ അകത്ത്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, അവരൊരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. നോക്കിക്കേ, എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ. നോക്കിയേ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നോക്കിക്കേ. ഈ വാക്യം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ദൈവ ആലോചന പ്രകാരം നിൽക്കുക, പക്ഷെ ബ്രദറെ മൊത്തം പ്രശ്ന ബ്രദറെ, എനിക്കിവിടെ എന്നെ ഇട്ട് ഓടിക്കാനുള്ള ശ്രമമാണ്, അങ്ങനെയെങ്കിൽ ഈ വചനം ഉപയോഗിച്ച് അവിടെ ജയിക്കണം. ഈ ലൈറ്റ് ഉപയോഗിച്ച് അവിടെയുള്ള ഇരുട്ട്. അപ്പം അതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട് വിശ്വാസ ജീവിതത്തിൽ. ദേഹം, ദേഹി, ആത്മാവിൽ ഇമോഷനെ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഈ കളി മൊത്തം കളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ടത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പേടി, ഇല്ല ബ്രദർ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ കുറച്ച് കാണുമൊന്നുമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹിക്കകത്തുണ്ടാകുന്ന ഒരു ഇമോഷനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിംഹം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ, എൻ്റെ ബ്രദർ എനിക്കൊരു തരി പേടിയില്ലെങ്കിൽ എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട്. ബ്രദറെ എൻ്റെ മുമ്പിൽ ഒരു സിംഹം വന്ന് നിൽക്കുന്നു, പക്ഷെ എനിക്ക് സിംഹത്തെ കണ്ടിട്ട് പേടി വരുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. കാര്യം അത് ദൈവം തന്ന ഒരു ഇതാണ്. നമ്മൾ അവിടെ നിന്ന് മാറാനുള്ള ഒരു ചിന്ത നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ദാവീദിനെ പോലെ കീറാനുള്ള അഭിഷേകം നമുക്കുണ്ട്. എന്നാൽ എല്ലാ സിംഹത്തെയും ദാവീദ് കീറിയിട്ടുമില്ല. വഴിയെ പോകുന്ന എല്ലാ സിംഹത്തെയും ദാവീദ് എന്ത് ചെയ്യാൻ പോയില്ല, അടിച്ചു കൊല്ലാൻ വേണ്ടി പോയില്ല. ദൈവം ചില സമയങ്ങളിൽ തൻ്റെ മേലൊരു പദ്ധതി വരുമ്പോൾ അത് ചെയ്യും. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് എതിർക്കുന്ന ശത്രു അത് മനുഷ്യനല്ല കേട്ടോ. നമ്മൾ എന്തൊക്കെ ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും അയൽവക്കത്തെ ചെടുത്തിയും ജോലി സ്ഥലത്തെ ബോസും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളെ കൊല്ലാൻ നിൽക്കുന്ന ഇതൊന്നും മനുഷ്യനല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മ. അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ മറഞ്ഞിരിക്കുന്ന തന്ത്രശാലിയായ പിശാചിന്റെ ചില തന്ത്രങ്ങൾ. അവിടെ നിങ്ങൾ എന്നോട് എതിർക്കുന്ന ശത്രു എന്ന് പറയുമ്പോൾ ഒരിക്കലും മനുഷ്യനല്ല നമ്മുടെ ശത്രു. ബ്രദറെ എനിക്കെതിരെ നിൽക്കുന്ന എൻ്റെ ജോലി സ്ഥലത്തെ ആൾ അതല്ല കേട്ടോ. അത് അയാളുടെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശത്രുവുണ്ട്.
അവനെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വചനം ആവശ്യമാണ്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽപ്പിക്കും. അവർ ഒരു വഴിയായിട്ട് ഇങ്ങോട്ട് കയറിയെങ്കിൽ 7 വഴിയായിട്ട് ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഓടുന്ന വഴിക്ക് ഓടിപ്പോകും. ഈ വചനം ഉപയോഗിച്ച് അതിനെ ജയിക്കണം. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും, അതുവരെ ദേഷ്യപ്പെട്ട് കൊല്ലാൻ നിന്ന ആൾക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അയ്യോ, വലിയ സംഭവമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. നടക്കും കേട്ടോ, നടക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണേ, ഇത് നടക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വെളിച്ചത്തിന് ടോർച്ച് അങ്ങോട്ട് അടിക്കുക. പോരാട്ടമാണ്, ബന്ധനമാണ്. നാളെ മുതൽ ആരും പോയിട്ട് എന്ത് ചെയ്യരുത്, വീട് കുഴിച്ചു നോക്കി പണ്ട് എനിക്കറിയാവുന്നൊരു സഹോദരൻ JCB കൊണ്ട് മാന്തിയത് പോലും ആരും പോയി മാന്തിയേക്കരുത്. ആ വിചാരം തപ്പാൻ വേണ്ടി പോകണ്ട. അതിനെ അവിടെ വെച്ചുകൊണ്ട് കത്തിക്കുന്ന വചനങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. ടോർച്ച് അടിക്കുക. സ്വർഗീയ നല്ല പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങൾ ജയാളികളാണ്. ഞങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളെ 1-2 നിമിഷങ്ങൾ ഈ വചന സ്ക്രീനെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവരൊരു വഴിയായിട്ട് വരും, 7 വഴിയായിട്ട് ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിന്നേ. എന്നാ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് വചനമെന്ന വാളുകൊണ്ട് വെട്ടി നീക്കിക്കേ. ഇപ്പോൾ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് അതായത് നല്ല പ്രായത്തിൽ, അതായത് വയസ്സായി മരിച്ചതല്ല, ആ കുടുംബത്തിൻ്റെ അകത്ത് നാഥൻ, ആ കുടുംബത്തിൻ്റെ അകത്ത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭർത്താവ് ഞാൻ കണ്ടുന്നൊരു കാഴ്ച, നേരത്തെ അദ്ദേഹം മരണപ്പെട്ടുപോയി. ആ മനുഷ്യൻ്റെ ഫോട്ടോ ആ കുടുംബത്തിൻ്റെ അകത്ത്, ആ കുടുംബത്തിലെ മരിച്ചുപോയ അമ്മച്ചിയുടെ ഫോട്ടോയുടെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഭവനത്തിൽ ഈ പിതാവിൻ്റെ ഫോട്ടോ. കർത്താവ് എന്നെ ആ ഒരു ഭവനം കാണിക്കുന്നു. എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, അനർത്ഥങ്ങൾ, സ്വസ്ഥതയില്ലാതെ മരണത്തിലേക്ക് ഉന്തിവിടുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബം വിട്ടത് മാറിപ്പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ 2008 എന്നൊരു വർഷം കൂടെ എടുത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഫോട്ടോ ഇരിക്കുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ അത്ഭുതകരമായ ഡോറുകളെ തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ ഭവനം ദൈവത്താൽ ഇന്നൊരു അത്ഭുതമായി തീരട്ടെ, ദൈവത്താൽ സാക്ഷ്യമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ അത്ഭുതത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി തുറന്നു വരുവാൻ സ്വർഗം നിങ്ങളെ ഇടയാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ അത് ഉറപ്പിച്ചു തരികയാണ്. കർത്താവ് ഇതിലൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ കയറാത്ത നന്മയുടെ വാതിലും കൂടെ കയറാൻ വേണ്ടി പോകുന്നു. പറയാൻ വേണ്ടിയാണ് എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബ്രദർ, എന്റെ അമ്മേന്റെ ഫോട്ടോ ഉണ്ട്, മരിച്ച അമ്മേന്റെ ഫോട്ടോ, ആങ്ങളേന്റെ ഫോട്ടോ. ഈ 2008 എന്നുള്ള വർഷം എന്നെ ഇങ്ങനെ കാണിക്കുകയും ചെയ്തായിരുന്നു. ആ ഒരു വലിയൊരു ഒരു പ്രശ്നങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ട് അഴിക്കുന്നത് പോലെ ഒരു സമയമായിരുന്നു 2008 എന്നുള്ളത്. അതിനുശേഷം ഇന്ന് വരെ, ഈ ഒരു സമയം വരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഈ നിമിഷങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. ദൈവം അത്ഭുതങ്ങളെ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി. യേശുവിൻ്റെ എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവരും ഏറ്റെടുത്ത് ഇന്ന് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് കർത്താവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവൻ പിശാചിനോട് ബന്ധനം പോരോട്ടൊന്നും യുദ്ധം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അവനെ ചവിട്ടി മെതിക്കുന്ന അഭിഷേകം നമ്മുടെ മേലുണ്ട്. ആരാധന യേശുവേ. നന്ദി പിതാവേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല പിതാവാണല്ലോ. അപ്പാ,
ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പെൺമക്കളുണ്ടായിരുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചു. ആ 3 പെൺമക്കളുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ നിങ്ങൾ താമസിച്ചു. പക്ഷെ ആ വീട് വിറ്റിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഈ സ്ഥലം വിറ്റതിന് ശേഷം ആ സ്ഥലത്ത് വിൽക്കുന്നതിന് ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് അടുത്ത് ആ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത 6-7 മാസം ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കരമാകുന്ന ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും കയറിക്കൂടിയിട്ട് അത് വിൽക്കേണ്ടി വന്നു. വിറ്റതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷവും പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടായി. ഇന്നും പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കും, എൻ്റെ നടു നൂർത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കേൾപ്പിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ തലമേലെടുത്ത് കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഞാൻ അനുഭവിക്കും. ഒരു പ്രതികൂലത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത് സ്വീകരിച്ചോണം. എന്നെ കേൾക്കുന്ന വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് നിങ്ങൾ പറയാൻ, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റല്ലേ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പോൾ ആ കുടുംബം അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. സകല പ്രതികൂലങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം തുറന്നു വരട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. ഇന്നു മുതൽ കർത്താവ് പറയുന്നു, ഇതുമെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഇന്നു മുതൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. ദൈവത്താലുള്ള സാക്ഷ്യത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനാവശ്യമായിട്ട് നിങ്ങൾ ഈ സമയത്ത് മ്യൂട്ട് മാറ്റല്ലേ, ശ്രദ്ധ മാറിപ്പോകല്ലേ. ബാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ലെഫ്റ്റ് ചെയ്തു. ഇതിന് ശേഷം യൂട്യൂബിലുണ്ട് പ്രാർത്ഥന. നിങ്ങൾക്ക് ഈ സമയത്ത് ഈ സൂമിൽ പങ്കുചേരുന്നവർ നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരു കർത്താവിൻ്റെ ആലോചന, ഞാൻ എപ്പോഴും പറയും, ദൈവത്തിൻ്റെ ഒരു പ്രവചന ആലോചന കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകാം. ഒരു ആലോചന ഒത്തിരി ആൾക്കാർ നമ്മൾ സാക്ഷി നിൽക്കുന്നു, നല്ല അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരാണ്. ആ സമയത്ത് നിങ്ങൾ കാക്കയെ കുടിക്കാനും നിങ്ങൾ കഞ്ഞി വാർക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ദൈവത്തോട് റെസ്പെക്റ്റ് കാണിക്കുകയല്ല, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ബ്രദർ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വേണ്ട, യൂട്യൂബിൽ കേട്ടാൽ മതി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവ്. ഞാൻ സിമി എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുക. സിമിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിനോടൊരു വാക്ക് പറയുന്നു. സിമിയുടെ ജീവിതത്തിൻ്റെ അകത്ത് 12 വർഷങ്ങൾ നിരാശയുടെയും തകർച്ചയുടെയും ഒരു 12 വർഷമാണ് കാണുന്നത്. അവരുടെ ഭാവിയിൽ അത് കുടുംബത്തിൽ പലരുടെ മേലേക്കും അത് പകർന്ന് കുടുംബത്തിൻ്റെ സ്വസ്ഥത പോലും നഷ്ടപ്പെടുത്തി സമാധാനം കൊള്ളയടിക്കുന്ന രീതിയിൽ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ സിമിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ മേൽ രോഗമിട്ട് പലപ്പോഴും പ്രശ്നങ്ങളെ ഇട്ട് സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ സിമിയുടെ ഭവനം വിട്ട് ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ സാക്ഷ്യം തുറന്നു വരട്ടെ. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോകുന്നു. ദൈവം പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കർത്താവിന് തുറക്കാൻ വേണ്ടി പോകുന്നു. ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ കൃപ ഇന്നവിടെ തുറക്കുന്നല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവിൻ്റെ അത്ഭുതം ഈ സമയത്ത് വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് റിയൽ നെയിമാണ് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുവാണ്, ഈ വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല. തെയ്യാമ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്.
അതിനിന്ന് കർത്താവ് അതിന് ക്യാൻസൽ ചെയ്ത് ദൈവം അതിൻ്റെ മേലൊരു ജയത്തെ കൊടുക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നു. ആ പേരുമായിട്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അങ്ങനെ ഒരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. തെയ്യാമ്മ ഇങ്ങനത്തെ ഒരു പേരാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ബ്രദറെ എന്റെ ഉപ്പാപ്പന്റെ ഭാര്യയെ തെയ്യാമ്മന്നാ വീട്ടിൽ വിളിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറി കൂടിയ ഒരു വിഷയം ഇന്ന് കുടുംബത്തിന്റെ മേൽ നിന്നും ഇറങ്ങിപ്പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തി കുഴപ്പക്കാരാന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കയറി കൂടിയത് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അത് മാറുമ്പോ തന്നെ കർത്താവ് എന്നോടൊരു വാക്ക് പറയുന്നു, ഒരു ഡോക്യുമെന്റിന്റെ മേലൊരു റിസൾട്ട് കാണുന്ന രീതിയിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും അത് നഷ്ടപ്പെടാതെ ദൈവത്താൽ സാക്ഷ്യം കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുപ്പാ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കേൾക്കുന്നൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു വാക്ക് പറയാണ്. ജ്യോതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ഇങ്ങനെ ഒരു കാര്യത്തെ കർത്താവ് എന്നെ കാണിക്കും. പ്രത്യേകിച്ച് ഞാൻ ജ്യോതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മാലയും മോതിരവും ഇങ്ങനെ ഊരിയെടുത്തിട്ട് കുറേ നാളത് ഉപയോഗിക്കാതെ പിന്നെ അത് ഇടുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു ദർശനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാലയും മോതിരം ഊരുന്നതും കുറേ നാളത് ഉപയോഗിക്കാതിരിക്കുന്നു. പിന്നെ അത് എന്ത് ചെയ്യുന്നു, ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുക. ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യം, മോതിരം, ഈ മാല എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ചില പ്രശ്നത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത് വലിയൊരു കുരുക്കാണ്. ഭയങ്കര സ്വസ്ഥത കെടുത്തുക. ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, അതിൻ്റെ പിന്നിൽ പ്രതികൂലത്തെ കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് അത്ഭുതകരമായി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. സ്വർഗത്തിലെ ദൈവം വഴി തുറക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സാക്ഷിയാകാൻ വേണ്ടി പോകുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ ആ വ്യക്തിയോട് പറയണം, കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ അകത്തെ എല്ലാ നിരാശകളെയും നീക്കുവാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളാൻ പറയണം. കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെടാൻ പറഞ്ഞോണം. ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോകും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. എൻ്റെ കർത്താവ് ഇന്ന് ജീവനുള്ള ദൈവമാണല്ലോ അപ്പ. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഞങ്ങളെ കൈവിടുന്ന കർത്താവല്ല, അവൻ അത്ഭുത മന്ത്രിയാണ്. ഈ നിമിഷം നിങ്ങൾക്ക് ഒരു നിമിഷം സൗണ്ട് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എനിക്കിവിടെ ഓഡിയോ ഇടയ്ക്ക് കട്ടായതുപോലെ എനിക്ക് തോന്നി. കർത്താവ്, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാനൊരു ഒരു ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഒരു മുദ്രപത്രം പോലത്തെ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് അജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ച, ഒരു ഡോക്യുമെൻ്റിൽ അജയൻ എന്നൊരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ആധാരത്തിലുള്ള ആ ഒരു ആധാരവും ഈ പേരും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, ഈ ഒരു പേരുകാരനെയും ഈ ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തെ കർത്താവ് ഇന്ന് ഇടപെടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ പരിഹാരത്തെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളുടെ ഉള്ളത്തിൽ അത് ഭാരമായി അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാതിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് അതിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യത്തെ തുറക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ഹോസ്റ്റ് ചെയ്യുന്നയാൾ, നിങ്ങൾ എനിക്ക് വന്നത് നോക്കിക്കോണത് മ്യൂട്ട് ആകുന്നുണ്ട് പലരും. കർത്താവ് ഇന്ന് സാക്ഷ്യമാക്കി മാറ്റട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ഞാൻ നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ,
ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച്, ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്തു വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വേദന ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ക്യാൻസൽ ചെയ്യുന്നു. ആ രോഗശക്തികളെ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു. ആ രോഗത്തെ ഞങ്ങൾ സൗഖ്യമാക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ. വചനം പറയുന്ന പോലെ ദൈവരാജ്യം പ്രസംഗിക്കാൻ മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുക. രോഗശക്തികളെ പുറത്താക്കുന്നു. ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ശരീരത്തിൻ്റെ മേൽ സൗഖ്യം നിറയട്ടെ. ഇപ്പോൾ ആ ജോയിന്റിന്റെ വേദനകൾ ഇപ്പോൾ സൗഖ്യം നടക്കുക. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് സൗഖ്യങ്ങൾ. നല്ല കർത്താവിനെ പറയും, നാളുകളായിട്ട് ജനിച്ച കാലം മുതലുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ, മറ്റ് അലർജികൾ ഈ നിമിഷം ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യമാകുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇപ്പോൾ തന്നെ വേദനകൾ അപ്രതീക്ഷമാകുന്നു. ഇപ്പോൾ തന്നെ രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോകുന്നു. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ രോഗങ്ങൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ആ വേദനയോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. എന്താണോ കഴിയാത്ത ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ ആ മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രതീക്ഷമാകുന്നു. ക്യാൻസറുകൾ സൗഖ്യമാകുന്നു. ആ മുടന്തുകൾ സൗഖ്യമാകുന്നു. കാഴ്ച, പുതിയ കണ്ണുകൾ സൃഷ്ടിക്കപ്പെടുന്നു. കണ്ണാടിയൊക്കെ എടുത്ത് കൊടുത്ത് മൂരി മാറ്റിട്ട് കൈവച്ചിട്ട് പറ, കാഴ്ച വർദ്ധിക്കുന്നു, എൻ്റെ കാഴ്ച വർദ്ധിക്കുന്നു, ഞാൻ കണ്ണാടി കൂടാതെ കാണും. യേശുവിൻ്റെ നാമത്തിൽ മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു എന്ന വചനത്താൽ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന അത്ഭുതങ്ങൾ 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 ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നപ്പ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കുന്നപ്പ. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ കർത്താവിൻ്റെ സാക്ഷ്യം തുറന്നു വരുന്നല്ലോ. ഈ നിമിഷം കൈയെടുക്കുമ്പോൾ തന്നെ ആ വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്നു. ആ വേദന കർത്താവ് എടുത്ത് മാറ്റിയിരിക്കുന്നു. അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. ദൈവപ്രവർത്തികൾ അവിടെ ഉണ്ടായി വന്നിരിക്കുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് രോഗത്തിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു. എന്താണോ ബുദ്ധിമുട്ട് അതൊന്ന് ചെയ്തു നോക്കിക്കേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു, അത്ഭുതം വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് ഇറങ്ങുകയും ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിൽ എല്ലാ വിഷയത്തെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, ദൈവപ്രവർത്തിക്കായിട്ട് ഒരുക്കുന്നപ്പോൾ സകല പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ആർക്കെങ്കിലും നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യമാണ് ഉള്ളവർക്ക് നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഓരോരുത്തരും ഞാൻ അനുഗ്രഹിക്കുന്നു. ബൈബിളിൽ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നൊരവസരമാണ് കർത്താവിൻ്റെ വേലയിൽ കൊടുക്കാൻ കിട്ടുന്നത്. വിതയ്ക്കുന്നവൻ കൊയ്യും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വയലിലാണ്, കണക്ക് ദൈവത്തിൻ്റെ കരത്തിലാണ്. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിലക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർധനവുണ്ടാവും. കർത്താവ് വായ്പ മേടിക്കത്തില്ല. ബൈബിൾ പറയുന്ന ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ പുറകെ വരും. സാമ്പത്തിക കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കിൽ വേഗത്തിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഇന്നലെ പറഞ്ഞിട്ട് മുഴുവനാക്കാൻ പറ്റാത്തൊരു സാക്ഷിയാണ് ഞാൻ. ഒരു അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ ബ്രദറിന്റെ അടുത്ത്. അവർ വീട് ഭയങ്കര ബുദ്ധിമുട്ടി കൂടെ കടക്കുക. മദ്യപാനിയായ ഭർത്താവും ഒരു മകൻ. ആ മകനെ ആണെങ്കിൽ ഇപ്പൊ തിരിച്ചു വന്ന് അവൻ എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷെ ഒരു വിധത്തിലും ആ മോനെ പഠിക്കാനായിട്ട് ആ ഭർത്താവ് അനുവദിക്കുന്നില്ല. അവളാണെങ്കിൽ ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ ആ വേലയ്ക്ക് നിൽക്കണ വീട്ടിലെ അമ്മേനെ ശുശ്രൂഷിക്കാനാണ്. ആ അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അപ്പൊ അവ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ പുറത്തേക്ക് 2 ഇടി ഇടിച്ചു ഈ അമ്മാമ്മ.
അപ്പൊ അവൾക്ക് വല്ലാത്ത ചുമയും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തീരെ വയ്യ, അവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ആ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവര് ഉപദ്രവിച്ചിട്ടാണോ അമ്മ ഉപദ്രവിച്ചതെന്ന് അവർ പറയുന്നുള്ള പേടിയിൽ അവരോടും അവള് മിണ്ടിയില്ല. പക്ഷെ ബ്രദറിന്റെ ഈ പ്രയറിൽ കയറി അന്നത്തെ ആ രോഗസൗഖ്യത്തില് അവളുടെ ആ ചുമയും പുറം വേദനയും വിട്ടുമാറിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് സാക്ഷിയായിട്ട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ആ ഉപദ്രവ നിമിത്തം ഉണ്ടായ വേദനയാൽ ഭാരപ്പെട്ടു. പക്ഷെ സഹോദരി പ്രാർത്ഥനയ്ക്ക് കയറി, ആ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പൂർണ്ണ സൗഖ്യം, ആ ചുമയും വിട്ടുമാറി, ആ വേദനയും വിട്ടുമാറി. പ്രിയ സിസ്റ്റർ പരിചയപ്പെടുത്തി കൊടുത്ത് പ്രാർത്ഥന. അപ്പം ഇതുപോലെ നമ്മൾ ഒരാൾക്ക്, നിങ്ങൾ ഈ സുവിശേഷം എന്തുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പറഞ്ഞു വെക്കുമ്പോൾ ചിലർ ചിന്തിക്കും അത് വേറെ എന്തെങ്കിലും കാര്യം. അല്ല, ഇന്ന് സഹോദരി എന്ത് ചെയ്തു, ആ വ്യക്തിയോട് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞതോട്, അല്ലെങ്കിൽ എന്ത് ചെയ്തു തന്നെ ചിലപ്പോൾ ആ ഇടിച്ച ഇടി അങ്ങനെ ആ വ്യക്തിക്ക് ആ വേദനയും ആ ചുമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരോടും പറയാതെ കൂട്ടായ്മയിൽ കയറി രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മകളെ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. കൊണ്ട് അപ്പോൾ ഒരാൾ സുവിശേഷം കൊടുത്തത് കൊണ്ട് ആ സൗഖ്യം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതൊരു തെളിവാണ്, ഇതൊരു അടയാളമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്ക് കർത്താവിന്റെ വചനം കൊടുക്കുക. ഇനിയും സാക്ഷ്യങ്ങൾ ദൈവം നിറയ്ക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കേണ്ട മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് ഇവിടെ മ്യൂട്ടായി പോയി, സോറി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു സിസ്റ്റർ. ഹലോ ബ്രദറെ, എന്റെ പേര് റീനു എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷി എനിക്ക് ഇടയ്ക്കൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു പ്രാർത്ഥനയ്ക്ക്. ഞാൻ ബ്രദറിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സാക്ഷി എന്നാന്ന് വെച്ചാല്, എന്റെ കുഞ്ഞിന് പനിയായിട്ട്, പനി കൂടിയിട്ട് ഒരു 102 ഡിഗ്രിയോളം പനിയായിട്ട് കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഒരു 2 ദിവസം. അതിനുശേഷം വോമിറ്റിങ്, ലൂസ് സ്റ്റൂൾസ് ഇതൊക്കെ വന്നു. അഡ്മിറ്റ് ആയിരുന്നു 2 ദിവസം. ദൈവം അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ചത് പെട്ടെന്ന് റിക്കവർ ചെയ്തു. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ തൃശ്ശൂർ വരെ ഞങ്ങള് പോവാനായിട്ട് തീരുമാനിച്ചിരുന്ന ആ സമയം തന്നെ, അതിന്റെ അന്ന് വൈകിട്ട് തന്നെ കൊച്ചിന് പിന്നെ ഇതുപോലെ തന്നെ കുഞ്ഞിനെല്ലാം കുറഞ്ഞ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സും എല്ലാം കഴിഞ്ഞ് കൊച്ചിന് എല്ലാ പനിയും സൗഖ്യമായി. അതിന് പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും കുഞ്ഞിന് ഇതുപോലെ തന്നെ പനി വരാനായിട്ട്, ഇത്രയും ടെമ്പറേച്ചർ വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് രാത്രി എഴുതി വെച്ച്, വചനം കുഞ്ഞിന്റെ അടുത്ത് എഴുതി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി പനിക്കരുത് എന്റെ കുഞ്ഞിനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് കൊച്ചിന് പനിച്ചില്ല. ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്നേരം തന്നെ ദൈവത്തോട് പറഞ്ഞിരുന്നു. എന്റെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുകയാണ്, ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ദൈവം എനിക്കൊരു വലിയ അത്ഭുതം എന്റെ കുഞ്ഞിന്മേൽ ചെയ്തു. അതിനുശേഷം കുഞ്ഞ് പനിയുടെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയായിരിക്കാം, കുഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു, ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് അതിനും ഒരു കുറച്ചൊക്കെ കഴിക്കാനായിട്ട് കൊച്ച് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ദൈവം വലിയൊരു സാക്ഷ്യത്തിന് ദൈവം ഇടയാക്കിയെന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന, വചനം പറയുന്ന ഒരു കാര്യത്തിനും ദൈവം ഇന്ന് വരെ മറുപടി തരാതിരുന്നിട്ടുള്ള ദൈവം വലിയൊരു സാക്ഷ്യത്തിന് എന്നെ ഇടയാക്കി. ദൈവം ഇനിയും നാളെ നയിക്കുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. കർത്താവ് പറഞ്ഞ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ഇനിയും കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും. ഇനിയും അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊടുത്ത വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഒരു സാക്ഷ്യമുണ്ട് ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. പിന്നെ ഇന്ന് മകൾ പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു ബ്രദർ. പിന്നെ മകൾ പറഞ്ഞ്, ഇത് ഇപ്പോഴൊന്നും ആരടുത്തും പറയണ്ട, പിന്നെ ഒരു 3 മാസമെങ്കിലും ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞു ബ്രദർ. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. അപ്പോൾ എന്തായാലും ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച്, ദൈവം നമുക്ക് തലമുറയെ തന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ബ്രദർ. ഈ വിഷയം ബ്രദർ, നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കളും ഈ വിഷയം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ചോദിക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും ദൈവം ഇനി എന്നെ സാക്ഷ്യങ്ങൾക്ക് ദൈവം എന്നെ ഒരുക്കുകയാണ്.
എന്നെ പ്രൈസ് ഞാൻ സാക്ഷ്യം പറയും ബ്രദർ ഉടനെ തന്നെ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. തലമുറയില്ലാതെ ഭാരപ്പെട്ട് ഈ മോളുടെ കാര്യമല്ലേ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതെ 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 ബ്രദർ. തലമുറയില്ലാതെ ഭാരപ്പെടുമായിരുന്നു. ഒത്തിരി നാൾ നമ്മോട് പ്രാർത്ഥനാ വിഷയവും വചനവും ഒക്കെ ഏറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ആ ഉദരം തുറന്നു. കർത്താവ് തുറന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ ആമേൻ ദൈവത്താൽ നന്ന തലമുറയാണ്. അത് ദൈവം പട്ടണത്തിൽ ആമേൻ സാക്ഷിവാക്കി മാറ്റും. കർത്താവിൽ ആമേൻ ധൈര്യപ്പെടുക. ദൈവത്താൽ ആമേൻ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ ആമേൻ. സ്തോത്രം. ഹലോ ബ്രദറെ, പറഞ്ഞു ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പറഞ്ഞു ബ്രദറെ, സിസ്റ്റർ. എന്റെ പേര് റിൻസി എന്നാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ബ്രദറെ. എന്റെ ഒരു വിസയുടെ ഇഷ്യൂ കാരണം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിസ പെട്ടെന്ന് കിട്ടി എന്നുള്ള ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് ഇനി ഞാൻ അങ്ങനെ ഖത്തറിൽ തിരിച്ചു വന്ന ബ്രദറെ. തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് NOC കിട്ടുന്നില്ലായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് ത്രൂ ഒരു പ്രെയർ റിക്വസ്റ്റ് ബ്രദറിന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ എനിക്കത് സാക്ഷ്യം പറയേണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് സൂമിൽ കയറാൻ പറ്റിയില്ല. ഞാനിപ്പം ഓൾറെഡി ഇതിലാണ് ഡോക്ടറെ, ഇതിലാണ് സാറേ. അപ്പോ ഇന്നലെ എനിക്കപ്പം അന്ന് നമ്മൾ ആ പ്രെയർ റിക്വസ്റ്റ് അയച്ച അന്ന് തന്നെ രാത്രിയില് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് NOC തന്നു ബ്രദറെ. നമ്മുടെ ആമേൻ. പ്രാർത്ഥന ദൈവം ഭയങ്കരമായിട്ട് കേട്ടോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെനിക്ക് NOC തരുമായിരുന്നു. ഇപ്പോൾ തന്നെ NOC തന്നു. ഞാൻ അന്ന് രാത്രി തന്നെ ആ കമ്പനിക്ക് അയച്ചു കൊടുത്തു. കാരണം ആ NOC അന്ന് മൺഡേയിൽ അയച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ ഈ ജോലി എനിക്ക് കിട്ടൂല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ബ്രദറെ. അപ്പൊ അവർ അന്ന് ആമേൻ. തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു, NOC തന്നു. അപ്പോൾ തന്നെ ഞാൻ NOC അയച്ചു കൊടുത്തു. ഇന്നലെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ ഇന്ന് എന്റെ സെക്കൻഡ് ഡേ ഹോസ്പിറ്റലിൽ, ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ജോയിൻ ചെയ്തത് ബ്രദറെ. ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു പൊസിഷനുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ആമേൻ. തീർച്ചയായിട്ടും പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാരണം വെച്ചാൽ പ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത് വലിയ ഭാരപ്പെടുന്ന പ്രാർത്ഥനയുടെ ശേഷം തന്നെ അന്ന് തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ കാര്യങ്ങൾ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന വചനത്തിന്റെ സാക്ഷ്യം തന്നെയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ദൈവം ഇനിയും ഇനിയും അത്ഭുതങ്ങളാൽ സഹായിക്കും കേട്ടോ. യേശുവിന്റെ അതുപോലെ നാമത്തിൽ ബ്രദറെ തന്നെ. ഒരു കാര്യം കൂടെ ഉണ്ട് ബ്രദറെ. ഈ മിലിറ്ററി പറഞ്ഞു ഈ മിലിറ്ററിയുടെ ജോലി തന്നെ ബ്രദറെ ഒരു 10 വർഷം മുമ്പേ എനിക്ക് ഒരു ആർമിയില് ഇതിന്റെ അകത്ത് ഈ ഖത്തറിൽ തന്നെ കിട്ടിയതായിരുന്നു. അത് വേറെ പല ഇഷ്യൂസ് കാരണം ക്യാൻസൽ ആയി പോയതാണ്. പിന്നെ ഒരുപാട് ശ്രമിച്ചതാണ് ഒരു സെമി ഗവൺമെന്റിലോ അല്ലെങ്കിൽ ആർമിയിലോ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ദൈവം എനിക്ക് അതിനൊരു അവസരം എനിക്കിപ്പോ ഉണ്ടാക്കി തന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിന്. എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് അറിയത്തില്ല ബ്രദറെ. തീർച്ചയായിട്ടും മിസ്റ്റർ, കർത്താവ് നമ്മളെ മാനിച്ചതാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. ഇനി അനേകർക്ക് പറയണം ഈ സാക്ഷ്യം. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറയണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ്. പറഞ്ഞു ഹലോ ബ്രദർ. ഹലോ പറഞ്ഞു ബ്രദർ. കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്റർ. എനിക്കൊരു വ്യക്തി സാക്ഷിയുണ്ട്. ഹലോ ബ്രദർ. എന്തു പറഞ്ഞു? ഇന്ന് എനിക്കൊരു വലിയൊരു ജപ്തിയുടെ വക്ക് വന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ അതിനുള്ള പണം അടയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരാളോട് മേടിച്ചു കൊടുക്കാനായിട്ടുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ഹലോ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രാത്രി വരെയും ഈ പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടായിരുന്നു. ഹലോ കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അങ്ങനെ കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ വെളുപ്പിന് മുന്നേ ഞാന് വർഗീസ് ബ്രദറിനോടും പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. വർഗീസ് ബ്രദർ എന്നോട് യേശയ്യാവിന്റെ 61-ാമത്തെ അധ്യായത്തിനകത്തെ 8-ാമത്തെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്നിങ്ങനെ അവൾ ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ആ പണം അടയ്ക്കാനായിട്ട് ദൈവം എന്നെ പ്രത്യേകം സഹായിച്ചു. അതിന് ഒത്തിരി 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 നന്ദി. ദൈവത്തോട് നന്ദി പറയുന്നു. ഒരു വലിയ സാക്ഷ്യമായിട്ട് അനേകരോട് പറയാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. കർത്താവിന് നന്ദി. ആമേൻ. തീർച്ചയായിട്ടും പറയാം. എൻ്റെ പറഞ്ഞ പോലെ തന്നെ കർത്താവ് അത് വലിയ കൃപയാൽ ഒരിക്കലും നന്ദി പറയുന്നു. ഇന്ന് പറഞ്ഞ പോലെ ജപ്തി ഒഴിവായി പോയി. ദൈവം തക്ക സമയത്ത് നന്മ കൊടുത്തു. നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. തക്ക സമയത്ത് സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ കൊടുത്തല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും ഇനിയും നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വായിച്ചു കേൾപ്പിച്ചു. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുക, ഞാൻ ഓൾ മ്യൂട്ട് ആയിപ്പോയി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദർ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രദർ. പിന്നെ നമുക്കൊക്കെ ഈ വർഗീസ് ബ്രദർ നല്ല ഒരു ഉപകാരമാണ് ബ്രദർ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ചോദിച്ചാൽ ആ ബ്രദർ നമുക്ക് എല്ലാം വചനത്തിൽ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമുക്ക് അതിന്റെ തക്ക വചനം നമുക്ക് ഇട്ട് തരും ബ്രദർ. നമുക്ക് നമ്മുടെ ഗ്രൂപ്പില് വർഗീസ് ബ്രദർ നമുക്ക് നല്ല ഒരു അനുഗ്രഹമാണ് നമുക്ക് സുവിശേഷത്തില്. അദ്ദേഹം നമുക്ക് ഹലോ തീർച്ചയായിട്ടും കർത്താവ് ഓരോരുത്തരെയും നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. കർത്താവ് സഹോദരങ്ങളെ ബലപ്പെടുത്തുന്ന നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുറച്ചു മുന്നേ ഒരു സിനിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സിമീൻ ഒരു ആലോചന സിമി എന്നാ പറഞ്ഞത്. ആ ഓക്കെ ബ്രദർ, താങ്ക് യു. ഹലോ ബ്രദറെ, ഞാൻ ഒരു ദിവസം ആലോചന പറഞ്ഞു. സാനന്ദ് പറഞ്ഞ അതെന്റെ മരുമോണ്. സാനന്ദ് ഇന്നലെ പറഞ്ഞു, വെള്ളിയാഴ്ച പറഞ്ഞ. ഇത്രയും പറഞ്ഞോളൂ. സാനന്ദിന് വേണ്ടി ഒന്ന് വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. അത് എന്റെ മരുമോനാണ്. ബ്രദറിന് പ്രാർത്ഥിക്കണം. അതുപോലെ എന്റെ മകനുണ്ട് ഒന്ന് സൗദിയിൽ. അവന് കല്യാണം വേണ്ട പറഞ്ഞിരിക്കാൻ 33 വയസ്സുണ്ട്. ബ്രദർ അതിനുവേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, അവന്റെ മനസ്സ് മാറാൻ വേണ്ടി. തീർച്ചയായിട്ടും കർത്താവ് അവന്റെ ഒരു അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ വചനത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ചോണം. ദൈവം തലമുറകളെ അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദർ നേരത്തെ പറഞ്ഞ ഒരു ഒരു മിനിറ്റ് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞ കേൾക്കത്തില്ലേ? ഹലോ കേൾക്കുന്നുണ്ട്. ബ്രദർ. ഇന്നലെ ഗോപിയുടെ ഭവനത്തിന് കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് എന്റെ ഹസ്ബൻഡാണ് ബ്രദറെ. ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാനത് ഇന്ന് യൂട്യൂബിലാണ് കേട്ടത്. പിന്നെ എന്റെ ഭർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ ഭയങ്കര തടസ്സം. എനിക്ക് ആരാധനയ്ക്കൊന്നും എനിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ആളാണ് ഭയങ്കര എതിർപ്പാണ്. അപ്പൊ ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാതെ ധൈര്യമായിട്ട് ഏറ്റെടുത്തോണം കേട്ടോ. ദൈവാത്ഭുതങ്ങളാൽ നിറയ്ക്കും. പറഞ്ഞു സിസ്റ്റർ. കേട്ടില്ല സിസ്റ്റർ. നിശാന്ത്. ക്ലിയർ ആയില്ല സിസ്റ്റർ. ക്ലിയർ അല്ലല്ലോ. നിശാന്തിന്റെ പേര് ഇന്നലെ ആലോചന പറഞ്ഞിട്ട് മകളാണ്. അപ്പൊ ഞങ്ങള് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പോർച്ചുഗലിലാണ്. കാർഡിലെത്തിയിട്ടുള്ളത് അതിന്റെ ടെൻഷനുണ്ട്. അതിന്റെ പ്രാർത്ഥനക്കാണ്. ഏറ്റെടുത്ത ഇഷ്ട കർത്താവ് ഇന്ന് ഇടപെട്ടതാണ്. നിശാന്തിന്റെ കാര്യത്തില് ദൈവം ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ദൈവം അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹീമോ ചെയ്തിട്ട് പെറ്റ് സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലിവറിലുണ്ടായിരുന്നു ക്യാൻസർ, ബ്രസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്കാൻ ചെയ്ത് പെറ്റ് സ്കാൻ ചെയ്ത് അതിന്റെ റിസൾട്ട് വാങ്ങാൻ പോകും ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൂശിലെ അത്ഭുതങ്ങളാണ് കാണാൻ പോകുന്നത്, മെഡിക്കൽ റിപ്പോർട്ട് അല്ല എന്നുള്ളത്. അപ്പൊ ആ റിസൾട്ട് കിട്ടിയപ്പം ലിവറിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന് പറഞ്ഞ്, പിന്നെ ബ്രസ്റ്റിലേത് ചുരുങ്ങിയിട്ടുണ്ട്. അതിപ്പം ഡോക്ടർമാര് സർജറി ചെയ്യണോ, എന്താ മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് വെച്ചതാണ്. എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ടില്ല എത്ര ദിവസമായിട്ടും. ഒരു അത്ഭുതങ്ങളെ അതില് പ്രവർത്തിക്കാൻ വേണ്ടി
വേണ്ടി പ്രാർത്ഥിക്കണം ഫസ്റ്റ്. തീർച്ചയായും ഇത് വലിയൊരു സാക്ഷ്യമാണ്. ലിവറിന്റെ കാര്യത്തിൽ അവർക്ക് ഡോക്ടർമാർക്ക് സംശയം ഉണ്ടായിരുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും അവർക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയ സിസ്റ്റർ വിശ്വാസത്തോടെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ട് പോയി, ഇല്ല, കർത്താവിന്റെ ക്രൂശിലെ റിസൾട്ടാണ് എൻ്റെ റിസൾട്ട്, മെഡിക്കൽ റിപ്പോർട്ടല്ല. അത് കർത്താവിന്റെ മുറിവിൽ എനിക്ക് ക്യാൻസർ അവിടെ സൗഖ്യം വന്നിരിക്കുമെന്ന് വിശ്വസിച്ച് അവിടെ അത് പകരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ ഇന്ന് മുതൽ പറഞ്ഞോണം, സർജറി ഇല്ലാതെ തന്നെ ഡോക്ടർമാർ പറയും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും. കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് കേട്ടതുപോലെ സകലത്തെയും ഉളവാക്കാൻ കഴിവുള്ള കർത്താവ് അത് ഉളവാക്കിയിരിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എനിക്ക് വയ്യാത്ത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു അതിശയമാണ് നടന്നത്. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു അയ്യത്ത്. കപ്പത്തടം വെട്ട്, നടുവെല്ലാം ചെയ്ത് ഇഞ്ചി ചേന എല്ലാം നട്ടുകൊണ്ടിരിക്കുവായിരുന്നു. വേലി കെട്ടിക്കൊണ്ടിരുന്നപ്പം ഷീറ്റ് കീറി, തകടി ഷീറ്റ് കീറിയപ്പോ എന്റെ കൈ കുറെ അങ്ങ് മുറിഞ്ഞ് ഒരുപാട് ചോരയും വന്ന്. എനിക്ക് നടുവയ്യാത്തതായോണ്ട് ജോലി ചെയ്യുന്ന എല്ലാരും പറയും, നീ എന്തിനാ അങ്ങനെ കിളക്കുന്നേ, നിനക്ക് വയ്യാത്തല്ലയോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ്. ഇപ്പോഴെല്ലാം ഞാൻ ബ്രദറിന്റെ പ്രയർ വെക്കും, പിന്നെ വചനം വെക്കും അയ്യത്തി, എന്നിട്ട് അത് വെച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കും, എനിക്ക് കർത്താവിന്റെ തിരുമുറിവിന് അല്ലെങ്കിൽ സൗഖ്യമുണ്ട്, എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ ഭക്ഷിക്കുമെന്ന് ഓരോ വചനം ഇങ്ങനെ കേട്ട് അത് പറഞ്ഞുകൊണ്ട് നിന്ന് ജോലി ചെയ്യുന്നത്. അതെല്ലാം ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ല. അത് 200 മൂട് കപ്പത്തടത്തിൽ പുറത്ത് കപ്പത്തടം വെട്ടി ഇഞ്ചി നട്ടു, ചേന നട്ട്, ചേമ്പ് നട്ട്, എല്ലാം നട്ട്. എനിക്ക് സീറ്റ് കീറിക്കൊണ്ടിരുന്നപ്പം എന്റെ കൈ മുറിഞ്ഞു ബ്രദറെ, കുറെ മുറിഞ്ഞിട്ട് കുറെ ബ്ലഡ് പോയി. അപ്പൊ എന്റെ ചേച്ചി അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കൊച്ചെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുവെല്ലാം ചെയ്യും, ഇത്രയും വലിയ മുറിവില്ലയോ. അന്നേരം തുണി കീറി അന്നേരം തന്നെ കെട്ടി. ഞാൻ അന്നേരം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, യേശു കർത്താവിന്റെ തിരുമുറിവിന് കർത്താവ് എനിക്ക് വേണ്ടി കൂടി രക്തം ചൊരിഞ്ഞില്ലയോ, എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് നടന്നേരം എന്നെ വഴക്ക് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോണ്ട് നടക്കെന്നും പറഞ്ഞ്. ഞാൻ ബ്രദറെ, അത് എങ്ങനെ ഉണങ്ങിയെന്ന് പോലും അറിയത്തില്ല, ഒരു പാട് പോലും ഇല്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഒറ്റ ദിവസം ആയതേ ഉള്ളൂ, അത് മുറിവ് പോയി. അത്രയും ബ്ലഡ് വന്ന് ഒരു പോറല് പോലും ഉണ്ടെന്ന് പോലും അറിയാനില്ലാത്തതുപോലെ ആയിപ്പോയി എനിക്ക്. അതെന്താന്ന് എവിടാ മുറിഞ്ഞെന്ന് പോലും തപ്പി നോക്കിയിട്ട് പോലും അറിയാനില്ല, അതുപോലായി. അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടിരിക്കുന്നു. ഞാൻ കൈക്കാണെങ്കിൽ 3 വിരലിനും പെരുപ്പ് വരുമായിരുന്നു. ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ പെരുപ്പ് വരുമായിരുന്നു. ഇപ്പോഴും അതും ഇല്ല എനിക്ക്, അത് മൊത്തമായിട്ട് മാറി. എനിക്ക് തമ്പുരാൻ അതെല്ലാം എന്റെ കയ്യിൽ നിന്ന് മാറ്റി തന്നു. ആമേൻ. എത്ര വർഷമായിട്ട് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് 2012 എന്റെ നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞതാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലിയും ചെയ്യാനൊന്നും ഒക്കത്തില്ലായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ അന്നേരം വൈകാരി വരും. ഇപ്പം ഒരു 2-3 വർഷം കഴിഞ്ഞ് കൊല്ലം മെഡിസിറ്റിയില് എന്നെ സ്ട്രെച്ചറിനകത്ത് ഉരുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണീച്ച് നടക്കാനൊക്കാതെ. അപ്പോഴവര് പറഞ്ഞു, ഞാൻ ഉള്ള ഒരു കാലവും ഇങ്ങനെ ഇരിക്കാനേ ഒക്കത്തുള്ളൂ, ഒരു കപ്പ് വെള്ളം പോലും കുനിഞ്ഞെടുക്കരുത്, നേരെയുള്ള പിന്നെ സ്റ്റൂള് വെച്ച് വെള്ളം കോരി ഒഴിച്ച് കുളിക്കണം, അതല്ലെങ്കിൽ ഷവറിൽ കുളിക്കണം, ഒരു ചീപ്പ് പോലും തറയിന്ന് കുനിഞ്ഞെടുക്കരുതെന്നൊക്കെയാ പറഞ്ഞിരുന്നേ. ഞാൻ എനിക്കറിയത്തില്ല എങ്ങനെയാ ഞാൻ അതൊക്കെ ചെയ്തതെന്ന്. വലിയ കല്ലെല്ലാം കയ്യാലെ ഇളക്കി, കല്ല് 10 സെന്റ് സ്ഥലത്തിന് 4 ദിവസം ഞാൻ സ്വന്തമായിട്ട് തന്നെ, വേറെ ആരും ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ തന്നെ മൊത്തം 4 വശവും കയ്യാലെ കെട്ടി, അത് മൊത്തം ചീനിത്തടം വെട്ടി കമ്പിട്ടു, 18 മൂട് ചേന നട്ടു, ഒരു 10-30 മൂടി കൂടുതൽ ചേമ്പ് നട്ട്, എല്ലാം ചെയ്ത് ഞാൻ. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ചേച്ചി 2-3 ദിവസം ഒന്ന് സഹായിച്ചു തന്നെ എനിക്ക് ഇതൊക്കെ നടാനൊക്കെ, അല്ലാതെ ആരും ഞാൻ പണിക്കാരെ വിളിച്ചിട്ട് കിട്ടിയില്ല. അന്നേരം എനിക്കൊരു വാശിയായിരുന്നു, ഞാൻ തന്നെ ചെയ്യണോന്ന്. ഞാൻ രാവിലെ എഴുന്നേക്കും, വെളുപ്പിന് 6 മണിക്ക് മുമ്പേ ഞാൻ അയ്യത്ത് പോയി ജോലി തുടങ്ങും. എന്നിട്ട് വെയിലാകുമ്പോ കുറച്ചു നേരം ഇരിക്കും, പിന്നെ 4 മണി കഴിയുമ്പോ ഇറങ്ങും. അങ്ങനെ എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. അത് ഞാൻ പിന്നെ ഉച്ച വരെ, ഞാൻ 12 മണി വരെ ഞാൻ കൃതമായിട്ട് തന്നെ നിന്ന്, ഞാൻ ആഹാരം ഒന്നും കഴിക്കാതെ. എനിക്ക് അങ്ങനെ നിൽക്കുമ്പോ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും ബ്രദറെ. എന്താ എന്റെ തമ്പുരാൻ എന്നെ അതിനെല്ലാത്തിനും എന്നെ സഹായിച്ചു. സിസ്റ്റർ, വിരലിലുണ്ടായിരുന്ന മരവിപ്പ് മാറി അല്ലേ? മരവിപ്പ് മാറി. ഇപ്പൊ എനിക്ക്
ഞാനിപ്പോ ഇത്രയും കർശനമായിട്ട് ഇത് ചെയ്യാൻ നിന്നത് ഈ മാസം 25-ാം തീയതി എനിക്ക് ഖത്തറിൽ പോകണം. എന്റെ ഇളയമോള് രണ്ടാമത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. അപ്പോൾ 20-25 ടിക്കറ്റ് കിട്ടും. അതിന് മുമ്പേ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതെല്ലാം ചെയ്ത് എന്റെ വേലിയെല്ലാം ഉറപ്പിച്ചെങ്കിലേ നെറ്റ് ഇട്ടേക്കുന്നതിന് അടിയിൽ കൂടെ പന്നി കയറും. അതിന് വേണ്ടിയിട്ടാ ഈ ഷീറ്റൊക്കെ കീറി എല്ലാം മറച്ചത്. സോദരി ഇപ്പൊ സിസ്റ്റർക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ അവിടെ വേദനയില്ല, ഒന്നുമില്ല അല്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് ആ നടുവിന്റെ ഒരു പ്രശ്നമേ അറിയാനില്ല. എനിക്കൊരു കല്ല് പിടിക്കാനോ ഒരു പാത്രം വെള്ളം ഒരു ബക്കറ്റില് ഒരു 2 കിലോയുടെ ഒരു ഭാരം പോലും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഞാൻ എല്ലാ ജോലിയും ചെയ്തു ബ്രദറെ. എനിക്ക് അറിയത്തില്ല അതിന് എങ്ങനെ എനിക്ക് ആരോഗ്യം കിട്ടിയെന്നൊന്നും അറിയത്തില്ല. എന്റെ ആങ്ങളെ കൃഷിക്കാരന്. ആങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാവർക്കും അതിശയം, അതുപോലുള്ള ജോലി ഞാൻ ചെയ്തിട്ടേക്കുന്നത്. അതിനുള്ള പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കർത്താവ് കൊടുത്ത വലിയ സൗഖ്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും പ്രോബ്ലം ഉണ്ടായിട്ട് സ്ട്രെച്ചറെ കൊണ്ടുപോയ ആളായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഇനി എല്ലാവരും ചെയ്യുന്നത് പോലെ ജോലി ചെയ്യുവാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവിലും ദൈവത്തിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഏറ്റെടുത്ത് ദൈവം ഇന്ന് അത്ഭുതം ചെയ്ത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കർത്താവ് അത്ഭുത മന്ത്രി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമെന്ന് സാക്ഷ്യം കേൾക്കാൻ ഇടയായി തീർന്നു. ഇനിയും കർത്താവ് അത്ഭുതങ്ങൾ നടക്കുന്ന അനയോട് പറയണം, എൻ്റെ കർത്താവ് നിങ്ങളെയും വിടുവിക്കും, എന്നെ വിടുവിച്ച കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറയണം. അനേകർക്ക് ഇതൊരു സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ബലത്തിന് നന്ദി. എനിക്ക് ആലോചന പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദർ നേരത്തെ പറഞ്ഞില്ല, ഒരു മകൻ മരണപ്പെട്ട് അവരെ ഫോട്ടോന്റെ അടുത്ത് മരിച്ച അമ്മേന്റെ ഫോട്ടോ വെച്ചത് പറഞ്ഞല്ലോ. എന്നിട്ട് അത് എൻ്റെ ഹസ്ബൻഡാണ് മരണപ്പെട്ടു ഒരു 6 മാസം മുമ്പ്. അവരെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അവരെ രണ്ടാളെയും ഫോട്ടോ എൻ്റെ അവിടെ ബെഡ്റൂമിൽ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2008 ബ്രദർ ഒരു ആലോചന പറഞ്ഞത്, ആ 2008ന്റെ ഒരു പ്രത്യേകത, എൻ്റെ മകൻ ഗൾഫിൽ പോയി 2007 പോയിട്ട് 8 ഒരു ഇതും ഇല്ലാതെ പിന്നെ അത്രയും പ്രയാസപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടി വന്ന ഒരു വർഷമാണ്. അത് എൻ്റെ ഓർമ്മയിൽ ഉള്ളതാണ്. അതാണോ? അത് ഞാൻ ഏറ്റെടുക്കട്ടെ ബ്രദറെ? തീർച്ചയായിട്ടും. ഈ കാര്യം വല്ല സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ കണ്ണൂരാ, ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് തമ്പുരാൻ തൊടാൻ വേണ്ടി പോവാണ്. കുടുംബത്തെയും തലമുറകളെയും വിഷയങ്ങളെയും ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം പറയണം. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞോണം. കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. മോന്റെ വിവാഹം 43 വയസ്സായി കഴിഞ്ഞിട്ടില്ല ബ്രദറെ. അത്ഭുതമായി തീരും സിസ്റ്ററെ കേട്ടോ. പറഞ്ഞു ഒരു മോഡ ഫോട്ടോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? കിട്ടിയല്ലോ. കുറച്ചു നാള് മുമ്പ് മുല്ലപ്പൂ ഒക്കെ ചൂടി കല്യാണത്തിന് ഒരുങ്ങുന്ന പോലെ ഒരുങ്ങിയ ഒരു ഫോട്ടോ, ഇപ്പൊ അല്ലാതെ തന്നെ ഒരുങ്ങി ഭിത്തിയിൽ ഒരു ഫോട്ടോ ഉണ്ട് ആ മോള്. അപ്പൊ ഞാൻ ആ വിവരം ഇന്നലെ പാസ്റ്ററോട് പറഞ്ഞായിരുന്നു. എന്റെ വീട്ടിലാന്ന് ഞാനത് മോളെ വരുത്തി. മോളോട് ഞാൻ പറഞ്ഞു, മോളെ യേശുവിൽ ഒന്നുകൂടെ ഉറച്ച് വിശ്വസിച്ചിട്ട് ആ മോള് വന്നിട്ടുണ്ട്, പാസ്റ്റർ ഒന്ന് പറയാനായിരുന്നു പാസ്റ്റർ. ഞാൻ അതിന് വിളിച്ചു വരുത്തിയത് എന്റെ മോളെ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു പഠിക്കുവൊക്കെയാണെന്ന്. മോളോട് പറയണം കർത്താവ് വലിയൊരു ഫാമിലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പ്രയറിൽ കയറുകയും വർഷങ്ങളായിട്ട് ഇപ്പൊ ഒത്തിരി മാസങ്ങളായിട്ട് കയറുന്നുണ്ട്, ഇത് മോളൊന്ന് കേൾക്കണോന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞില്ലായിരുന്നോ മോക്കൊരു വലിയ അത്ഭുതത്തിന്റെ വഴി തുറക്കുവന്ന്? തീർച്ചയായിട്ടും മോളോട് പറഞ്ഞോണം കർത്താവ്. ഹലോ, മോളോട് പറയണം കർത്താവ് ഈ ദിവസങ്ങൾക്കകത്ത് വലിയൊരു നന്മയുടെ യേശു കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥനയിൽ ബലപ്പെടാൻ തയ്യാറെങ്കിൽ കർത്താവ് കുടുംബത്തിൽ ആർക്കും കൊടുക്കാത്ത ഉയർച്ചയും വളർച്ചയും ദൈവം തരാൻ വേണ്ടി പോവാണ്. വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യും. പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു നന്മ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്ന അതിശയിക്കുന്ന രീതി, അതായത് നമ്മൾ എക്സൈറ്റഡ് ആകുന്ന രീതിയിൽ കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. അത് ഏറ്റെടുത്ത് മോളോട് പറഞ്ഞോണം. കർത്താവ് മോളെ സാക്ഷ്യമാക്കി മാറ്റും. കുടുംബക്കാർക്ക് ആർക്കും ലഭിക്കാത്ത നന്മ സ്വർഗം തുറക്കുമെന്ന് പറയാം കേട്ടോ. God bless you. God bless you. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദർ അജയ് എന്ന് പറഞ്ഞ ഒരു
പേര് പറഞ്ഞില്ലേ ബ്രദർ, പിന്നെ ഡോക്യുമെന്റുമായി സംബന്ധിച്ച് ഒന്ന് പറയൂ ബ്രദർ, എനിക്കത് മനസ്സിലായില്ല ബ്രദർ. അജയ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റിന്റെ അകത്തൊരു പേര് കാണിച്ചു, ആ തടസ്സമായി നിൽക്കേണ്ടത് കർത്താവ് എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. അത് നന്മയായി തീരാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത് കേട്ടോ. ആമേ, സ്തോത്രം ബ്രദർ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു ഹലോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്റെ മോള് വിദേശത്ത് മെഡിസിന് പഠിക്കുന്നു. ഫിഫ്ത്ത് സെമ്മിലോട്ട് കയറി ഫീസിന് പൈസ ആയിട്ടില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. ക്ലാസ് തുടങ്ങുകയും ചെയ്തായിരുന്നു. കൊല്ലായിട്ട് ബ്ലോക്ക് ആണെന്നുള്ളത്. അതുപോലെ അവരുടെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്ന്. അവൻ പുറത്ത് ജർമ്മനി പഠിക്കാൻ പോയി, ജോലിയായി എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചേ ആയിട്ടുള്ളൂ. നല്ലപോലെ പഠിച്ച വയ്ക്കുകയാണ് PhD ഒക്കെ. പക്ഷെ ഇതുവരെ അവളെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ദൈവം ഇന്നലെ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ രണ്ടുപേരും പോകുന്നു. ഇവളും കൊച്ചു ഇവിടെയാണ്, അവൻ അവിടെയാണ്. അപ്പൊ ദൈവം അവൾക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവനൊരു ജോലി ആവാത്തോണ്ട് ഇപ്പൊ തൽക്കാലം നോക്കണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പിന്നെയും 2 സ്ഥലത്തായി പോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ ദൈവം അവള് ഇപ്പൊ PhD ഒക്കെ കഴിഞ്ഞാണ്. ഒരു പ്രാവശ്യം അമേരിക്കയിൽ അവൾക്ക് ഗവൺമെന്റ് വഴി പോയതാണ്. ഇതുവരെ അവൾക്ക് മുന്നേറാൻ പറ്റാണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം ഇന്നലത്തെ ആലോചന പറഞ്ഞത് അവർക്കൊരു നല്ല മുന്നേറ്റം അവൾക്ക് കൊടുക്കുമെന്ന് ഇത് ഞാൻ ഏറ്റെടുക്കുന്നു പാസ്റ്റർ. അത് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമാക്കി സ്വർഗ്ഗം അത് മാറ്റും. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയി. തുടർമാനമായിട്ട് പിന്നെയും നമുക്ക് നാളെയും കർത്താവിന്റെ അത്ഭുത വചനങ്ങളെയും സാക്ഷ്യങ്ങളെയും കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെയും മുന്നോട്ടുള്ളതൊക്കെ നിങ്ങൾ കാണുന്നവർ, യൂട്യൂബിലോ കാണുന്നവർക്ക് ഈ നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെയൊക്കെ അയക്കാം. മാക്സിമം നേരിൽ പറയാൻ ശ്രമിക്കുക. കാര്യം നിങ്ങളുടെ ഓൺ വോയിസിൽ തന്നെ ഇത് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. എങ്കിലും കഴിയാത്തവർ, പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രെയർ ലൈൻ നമ്പറുകളിലേക്ക് ആ സാക്ഷ്യങ്ങളെ അയക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ന് വചനം പറയുന്നത് പോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ വചനങ്ങൾ ഏറ്റുപറയാം. കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞാട്ടെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എല്ലാവരും